സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ആ സർ, കാണാം. ഓക്കെ. ഇപ്പം നമ്മൾ ഇന്ന് ഫസ്റ്റ് മൊഡ്യൂളിലെ കുറച്ച് ടോപ്പിക്കാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്കൻഡ് മൊഡ്യൂളിലെ മോസ്ഫെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂള് അഭിലാഷ് സാർ എടുക്കുമെന്നായിരുന്നു പറഞ്ഞത്. ഇതുവരെ ആരും പിന്നെ എടുത്തില്ലല്ലോ നിങ്ങൾക്ക് സബ്ജക്റ്റ്? ഇല്ല സർ, പിന്നെ ആരും എടുത്തില്ല. ഓക്കെ. അന്നേരം ഇന്ന് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനെ പറ്റി ഒന്ന് നോക്കാം. ഓരോരുത്തരെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ഇതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അന്നേരം ഈ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രോബ്ലം ഇതാണ്. ഞാൻ 5 മണിയാണ് പറഞ്ഞത്. ഇത്രയും ഓക്കെ. ഇനി ആരും ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സും ട്രാൻസിസ്റ്റർ ബയാസിങ്ങും. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും പറഞ്ഞു പോകാനുള്ള സമയം നമുക്കില്ല. മൈനർ കോഴ്സാണ്. അന്നേരം നിങ്ങൾ തനിയെ കുറേ പഠിക്കേണ്ടി വരും. അന്നേരം ഞാൻ എൻ്റെ നോട്ട്സും മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. എങ്കിലും മൊത്തത്തിൽ ഒരു ഔട്ട്ലൈൻ പോലെ ഈ ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാനിന്ന് പ്രസൻറ്റ് ചെയ്യും. അപ്പം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: സൈനസോയിഡലും നോൺ സൈനസോയിഡൽ വേവ് ഷേപ്സും. പിന്നെ അത് കൂടാതെ അതിൻ്റെ RC ഡിഫറൻഷിയേറ്റർ, RC ഇൻ്റഗ്രേറ്റർ എന്ന് പറയുന്ന രണ്ട് സർക്യൂട്ട്സ്. അത് എന്ത് വേവ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കുറച്ച് കണ്ടീഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ക്ലിപ്പിംഗ് സർക്യൂട്ട്സും അതേപോലെ ക്ലാമ്പിംഗ് സർക്യൂട്ട്സും. ഇത്രയാണ് ഇന്ന് കവർ ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇത് ഇന്നൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. നിങ്ങളെ ഓരോരുത്തർ ജോയിൻ ആവുന്നത് 29 ആരും വരാതിരുന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ. അപ്പം വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് അന്നേരം നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഇലക്ട്രോണിക്സ് കമ്പോണൻസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ആക്റ്റീവ് കമ്പോണൻ്റ് എന്നും അതേപോലെ പാസീവ് കമ്പോണൻ്റ് എന്നും. എത്രയായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ആക്റ്റീവ് കമ്പോണൻ്റ് എന്നും പാസീവ് കമ്പോണൻ്റ് എന്നും. ഒരു ആക്റ്റീവ് കമ്പോണൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ളത് ട്രാൻസിസ്റ്റേഴ്സ്, ഡയോഡ്സ്, അങ്ങനെയുള്ള കമ്പോണൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആക്റ്റീവ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അതിന് സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. പാസീവ് കമ്പോണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവില്ലാത്ത കമ്പോണൻസിനെയാണ് പാസീവ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളതാണ്. അന്നേരം പാസീവ് കമ്പോണൻസിന് എക്സാമ്പിൾസ് ആണ് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്. എന്തിന് എക്സാമ്പിൾസ് ആണ്? പാസീവ് കമ്പോണൻസിന് എക്സാമ്പിൾസ് ആണ്. ഇതിനെ തന്നെ നമുക്ക് ലീനിയർ കമ്പോണൻസ് എന്നും നോൺ ലീനിയർ കമ്പോണൻസ് എന്നും ആയിട്ട് പറയാം. ആക്റ്റീവ് കമ്പോണൻസിനെ നോൺ ലീനിയർ കമ്പോണൻ്റ് എന്നും പാസീവിനെ എന്തെന്നും വിളിക്കാം? ലീനിയർ കമ്പോണൻ്റ് എന്നും വിളിക്കാം. ആക്റ്റീവിനെ നോൺ ലീനിയർ എന്നും പാസീവിനെ ലീനിയർ കമ്പോണൻസ് എന്നും വിളിക്കാം. അപ്പം നമുക്ക് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിന് നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം: ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്നും നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. എന്തുകൊണ്ടാണ് ഇതിനെ ലീനിയർ എന്നും നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്? എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ടാണ് വി ആർ ക്ലാസിഫൈയിങ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ഇൻറ്റു ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആൻഡ് നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. In our circuit, we are using resistor, inductor, capacitor. We are using only passive components. Then we can say it is a linear wave shaping circuits. If we are using diodes along with these passive components, എന്ന് വെച്ചാൽ റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററിൻ്റെ കൂടെ നമ്മൾ ഡയോഡും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്നും വിളിക്കാം? നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന്. അന്നേരം വേവ് ഷേപ്പിങ്ങിന് വേണ്ടിയിട്ട്, വേവ് ഷേപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേവ് ഫോമിനെ ഷേപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്കൊരു സൈൻ വേവിൽ നിന്ന് നമുക്ക് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാം.
അതേപോലെ നമുക്ക് സ്പൈക്ക് ജനറേറ്റ് ചെയ്യാം, അതേപോലെ നമുക്ക് സ്പൈക്ക് വേവ് ഫോം ജനറേറ്റ് ചെയ്യാം, ട്രയാങ്കുലർ വേവ് ഫോം ജനറേറ്റ് ചെയ്യാം. ഇങ്ങനെ പല 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 വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ, ഒരു വേവിനെ എടുത്ത് ഷേപ്പ് ചെയ്ത് പല പല രീതിയിലുള്ള വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അതിനെ രണ്ടായിട്ട് തിരിച്ചു, ലീനിയർ എന്നും നോൺ ലീനിയർ എന്നും. ലീനിയറിനകത്ത് ലീനിയർ കമ്പോണൻസ് ആയിട്ടുള്ള റെസിസ്റ്റർ, ഇൻഡക്ടർ, അതേപോലെ കപ്പാസിറ്റർ, ഈ 3 കമ്പോണന്റ് മാത്രമേ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്നുള്ളൂ. നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിലാണെങ്കിൽ ഈ കമ്പോണന്റ് കൂടാതെ റെസിസ്റ്ററോ കപ്പാസിറ്ററോ ഇൻഡക്ടറോ അതിന്റെ കൂടെ ഏതുകൂടെ യൂസ് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ് കമ്പോണന്റ് ആയിട്ടുള്ള ഡയോഡും കൂടെ യൂസ് ചെയ്യുന്നു. അതിനെ നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് വിളിച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഒരു RC സർക്യൂട്ട് അല്ലെങ്കിൽ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് നമുക്ക് നോക്കാം. അന്നേരം ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ ഒന്നാണ് RC സർക്യൂട്ട്. എന്ന് വെച്ചാൽ റെസിസ്റ്ററും കപ്പാസിറ്ററും മാത്രം യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട്സ് ആണ് നമുക്ക് സിലബസിലുള്ളത്. ഈ റെസിസ്റ്ററും കപ്പാസിറ്ററും മാത്രം യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട്സ്. അന്നേരം അപ്പം ഈ RC സർക്യൂട്ട്സിനെ 2 രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ കപ്പാസിറ്റർ ഇവിടെയും റെസിസ്റ്റർ ഇവിടെയല്ലേ വെച്ചിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ഇതിനെ തിരിച്ചു വെക്കാം. ഇവിടെ ഒരു റെസിസ്റ്ററും ഇവിടെ ഒരു കപ്പാസിറ്ററും, ഇവിടെ ഒരു കപ്പാസിറ്ററും ഇവിടെ ഒരു റെസിസ്റ്ററും. എന്താ ഇങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. ഇവിടെ ഒരു റെസിസ്റ്റർ, എന്താ ഈ മൗസ് ഇല്ല അതുകൊണ്ടാണ് ഈ രീതിയിൽ. ഇവിടെ ഒരു കപ്പാസിറ്ററും വെച്ചിട്ടുള്ളതാണെങ്കിൽ ഇതും എന്താണ്, റെസിസ്റ്ററും കപ്പാസിറ്ററും മാത്രം യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ടാണ്. അന്നേരം നമുക്ക് ഹൈ പാസ് RC സർക്യൂട്ട്. ഹൈ പാസ് RC സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്ററിന്റെ പൊസിഷൻ ഇവിടെയായിരിക്കും, റെസിസ്റ്ററിന്റെ പൊസിഷൻ പാരലൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജിന് പാരലായിട്ട് വരുന്നത് റെസിസ്റ്ററും, അതേപോലെ ഇൻപുട്ട് കൊടുക്കുന്നത് സീരീസ് ആയിട്ട് കൊടുക്കുന്ന ഏതിലായിരിക്കും, കപ്പാസിറ്ററിലുമാണെങ്കിൽ അതിനെ ഹൈ പാസ് RC സർക്യൂട്ട്. ഇനി ഇപ്പം നമ്മൾ ഈ റെസിസ്റ്ററും കപ്പാസിറ്ററും ഈ രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾക്ക് ലോ പാസ് RC സർക്യൂട്ട് എന്ന് വിളിക്കാം. ഇതെന്തുകൊണ്ടാണ് ഇതിനെ ഹൈ പാസ് RC സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്? നിങ്ങൾ ഫിൽറ്റേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഫിൽറ്റേഴ്സ് അന്നേരം ഫിൽട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ മാത്രം പാസ് ചെയ്യുന്ന സർക്യൂട്ട്സിനെയാണ് ഫിൽറ്റേഴ്സ് സർക്യൂട്ട് അല്ലെങ്കിൽ ഫിൽറ്ററിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. മെയിനായിട്ടും ഫിൽറ്റേഴ്സിനെ നമുക്ക് ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്റർ, ബാൻഡ് റിജക്ട് ഫിൽറ്റർ, അങ്ങനെയൊക്കെ പലതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അന്നേരം ഈ ഹൈ പാസ് ഫിൽറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഹൈ ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ മാത്രം പാസ് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് ഹൈ പാസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അന്നേരം ഈ RC സർക്യൂട്ട് എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? ഒരു ഹൈ പാസ് RC സർക്യൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം എന്തുകൊണ്ടാണ് ഈ ഒരു RC സർക്യൂട്ടിനെ ഹൈ പാസ് RC സർക്യൂട്ട് എന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കേ, ഇവിടെ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യും. അന്നേരം ഒരു കപ്പാസിറ്ററിന്റെ റിയാക്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇമ്പിഡൻസ് തന്നെയാണ്. റിയാക്റ്റൻസിനെ എന്ത് വെച്ചാൽ ഡിനോട്ട് ചെയ്യുന്നത്? XC വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. XCയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 1/j⍵c അല്ലേ? FC എന്ന് വെച്ചാൽ എന്താണ്? 1/j⍵c. അന്നേരം നോക്കേ, ലോ ഫ്രീക്വൻസിയിലാണെങ്കിൽ, ഫ്രീക്വൻസി കുറവ്, ഒമേഗ എന്ന് വെച്ചാൽ എന്താ? ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ്? 2πf അല്ലേ? 2πf. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf ആണ്. അന്നേരം ഒന്ന് ശ്രദ്ധിക്കുകയും, നമ്മൾ ലോ ഫ്രീക്വൻസിയിലാണെങ്കിൽ ഫ്രീക്വൻസി കുറവ്. ഫ്രീക്വൻസി കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കുറവായിരിക്കും? ഫ്രീക്വൻസി കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? റിയാക്റ്റൻസ് എന്ന് പറയുന്നത് XC എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും അല്ലേ? കാരണം എന്താ? ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിയാക്റ്റൻസ്. ഫ്രീക്വൻസി റിയാക്റ്റൻസ് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അന്നേരം ഫ്രീക്വൻസി കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്റ്റൻസ് കുറയുന്നു, ഫ്രീക്വൻസി കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്റ്റൻസ് കൂടുന്നു. റിയാക്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് റെസിസ്റ്റൻസ് പോലെയാണ്, കറണ്ടിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അന്നേരം കപ്പാസിറ്ററിന്റെ കേസിലുള്ള റിയാക്റ്റൻസിനുള്ള ഇക്വേഷൻ 1/j⍵c. അതിനകത്ത് ഫ്രീക്വൻസിയും റിയാക്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്രീക്വൻസി ആണ് കൊടുക്കുന്നതെങ്കിൽ റിയാക്റ്റൻസ് മാക്സിമം ആയിരിക്കും അല്ലേ? അങ്ങനെ ആകുമ്പോൾ ലോ ഫ്രീക്വൻസിയിൽ എന്താ? ലോ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഫ്രീക്വൻസി കുറവാണെങ്കിൽ റിയാക്റ്റൻസ് മാക്സിമം. റിയാക്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മാക്സിമം ആകുമ്പം
ഇവിടെ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്തു. ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇതുവഴി എന്ത് ഫ്ലോ ചെയ്യും? ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അന്നേരം ഇവിടെ റിയാക്റ്റൻസ് മാക്സിമം ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുവഴി ഒരു കറണ്ട് ഫ്ലോ നടക്കുമോ? കാരണം ഇതിന് ഹൈ റിയാക്റ്റൻസ് ആയിരിക്കും, ലോ ഫ്രീക്വൻസിയിൽ ഹൈ റിയാക്റ്റൻസ് ആയിരിക്കും. അന്നേരം ഈ വരുന്ന കറണ്ടിനെ എല്ലാം ഏതങ്ങ് ബ്ലോക്ക് ചെയ്യും? ഈ കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യും. വളരെ കുറച്ച് കറണ്ട് മാത്രമേ ഏതുവഴി പോകും? റെസിസ്റ്റർ വഴി. അന്നേരം റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ അളവെന്ന് പറയുന്നത് വെരി വെരി സ്മാൾ ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു ഈ റെസിസ്റ്റൻസ് അല്ലേ? അതല്ലേ ഔട്ട്പുട്ട് വോൾട്ടേജ്. അന്നേരം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് എന്ന് പറയുന്നതും എന്തായിരിക്കും? വളരെ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും അല്ലേ? ഇനി അടുത്ത നമുക്ക് ഫ്രീക്വൻസി കൂടുന്ന സാഹചര്യം എടുക്കാം. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ റിയാക്റ്റൻസിന് എന്ത് സംഭവിക്കും? റിയാക്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അന്നേരം എക്സി എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ റിയാക്റ്റൻസ് കുറയുമ്പോഴത്തേക്കും കൂടുതൽ കറണ്ട് ഏതുവഴി ഫ്ലോ ചെയ്യാൻ തുടങ്ങും? ഇവിടുത്തെ റെസിസ്റ്റൻസ് കുറവാണ്. അന്നേരം കൂടുതൽ കറണ്ട് ഈ കപ്പാസിറ്റർ വഴി ഫ്ലോ ചെയ്യുകയും കപ്പാസിറ്റർ വഴി ഈ റെസിസ്റ്റർ വഴി ഫ്ലോ ചെയ്യുകയും അന്നേരം ഐ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയും ഐ ഇൻറ്റു ആർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയും ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. നോക്കേ ലോ ഫ്രീക്വൻസിയിൽ മിനിമം ഔട്ട്പുട്ട് വോൾട്ടേജ്, ഹൈ ഫ്രീക്വൻസിയിൽ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഒരു പോർഷൻ ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത് അല്ലേ? അന്നേരം ഫ്രീക്വൻസി വളരെ കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് മാക്സിമം എത്ര വരെ ആവാം? വി ഐ വരെ ആവാം. ഓക്കെ, അന്നേരം ഫ്രീക്വൻസി കുറയുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് കുറവായിരിക്കും. ലോ ഫ്രീക്വൻസി റീജിയണിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറവായിരിക്കും. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്തതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് വി ഐ എന്ന് പറയുന്ന മാക്സിമം വാല്യൂ എത്തുന്നു. അന്നേരം ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും ഔട്ട്പുട്ട് മാക്സിമം. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഈ ഒരു സർക്യൂട്ട് ഇൻപുട്ടിനെ പാസ് ചെയ്യും. അതുകൊണ്ട് വി ക്യാൻ സേ ദിസ് ഇസ് ആൻ ഹൈ പാസ് ആർ സി സർക്യൂട്ട്. ദിസ് ഇസ് എ ഹൈ പാസ് ആർ സി സർക്യൂട്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാം? ഒരു ഹൈ പാസ് ആർ സി സർക്യൂട്ട് എന്ന് പറയാം. ഓക്കെ, അതാണ് എഴുതിയിരിക്കുന്നത്. എന്താ? ലോ ഫ്രീക്വൻസീസ് ദ റിയാക്റ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ ഈസ് വെരി വെരി ഹൈ ആൻഡ് ഓൺലി വെരി സ്മാൾ പോർഷൻ ഓഫ് ഇൻപുട്ട് അപ്ലൈഡ് അറ്റ് ദ ഔട്ട്പുട്ട്. ഓക്കെ, ആസ് ഫ്രീക്വൻസി ഓഫ് ദ input signal is increased, the reactance of the capacitor reduces and output begins to increase. At very high frequencies, the capacitor acts like a short circuit and virtually all input available at the output. Since circuit easily passes high frequency components and it is known as high pass filter. മനസ്സിലായോ ഹൈ പാസ് ഫിൽറ്റർ എന്ന് ഈ ഒരു സർക്യൂട്ടിനെ വിളിക്കാനുള്ള റീസൺ? മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കേ, വരും പറയണേ. ഇനി അടുത്തതാ, ഇനി നമുക്ക് നിങ്ങൾ ഈ ഡെറിവേഷൻ ഒന്ന് നോക്കി വെച്ചേക്കുക. ഇത് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വി ഔട്ട് ഈസ് ഈക്വൽ ടു ഐ ആർ, ഇൻപുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ വി ഐ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ പ്ലസ് ജെ ഒമേഗ സി. അത് എങ്ങനെ കിട്ടുന്നു എന്നൊന്ന് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നു കഴിഞ്ഞാൽ ശരിക്കും സമയം പോകും. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇതാ നോക്കേ, ഇത് ഇമ്പോർട്ടൻ്റ്. ഒരു ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇതാ നോക്ക്, ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിൻ വിത്ത് റെസ്പെക്ട്, ഗെയിനും ഏതും തമ്മിൽ വരയ്ക്കുന്നതാണ് ഫ്രീക്വൻസിയും തമ്മിൽ വരയ്ക്കുന്നത്. അതായത് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് സർക്യൂട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിനെയാണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. അതായത് ഫ്രീക്വൻസിക്ക് ചേഞ്ച് സംഭവിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് സർക്യൂട്ടിന്റെ ഗെയിനിന് എന്ത് മാറ്റം വരുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി റെസ്പോൺസ്. അതാ നോക്ക്, ഹൈ പാസ് ആകുമ്പം ഹൈ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് മാക്സിമം ആയിരിക്കും അല്ലേ? ഔട്ട്പുട്ട് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് കൊടുക്കുന്നതല്ലേ അതിന്റെ ഔട്ട്പുട്ടിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നു അതായിരിക്കും ഇവിടെ. കാരണം ഇത് ആംപ്ലിഫിക്കേഷനോ അങ്ങനത്തെ ഒരു പരിപാടിയും നടക്കുന്നില്ല. കാരണം വി ആർ യൂസിങ് പാസീവ് കമ്പോണൻസ്. ഓക്കെ, അന്നേരം എന്താ ഇതിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് തന്നെയായിരിക്കും. അതുകൊണ്ട്
നമുക്ക് ഇവിടെ പറയാം വി ഔട്ട് ഈസ് ഈക്വൽ ടു മാക്സിമം ആവുന്നത് വി ഐയിലാണ്. ഇതാ നോക്കേ. അതേപോലെ ലോ ഫ്രീക്വൻസി കുറവായിരിക്കുന്ന സമയത്ത്, ഫ്രീക്വൻസി കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വർക്കിംഗ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മിനിമം. അന്നേരം ഇതാ നോക്ക്, ലോ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് മിനിമം. അന്നേരം വി ഒ ബൈ വി ഐ എന്ന് പറയുന്നതാണ് ഗെയിൻ അല്ലേ? വി ഐ എന്ന് പറയുന്നതാണ് ഗെയിൻ. അന്നേരം എന്താ നോക്ക്, ലോ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് മിനിമം എന്ന് വെച്ചാൽ 0. അന്നേരം 0 ബൈ വി ഐ എന്ന് പറയുന്നത് 0. അന്നേരം 0യിൽ നിന്ന് തുടങ്ങി നമുക്ക് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് വന്നു. നമുക്ക് ഹൈ ഫ്രീക്വൻസിയിൽ മാക്സിമം ഗെയിൻ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ഹൈ പാസ് ആർ സി സർക്യൂട്ട് ആകുമ്പോൾ ഹൈ ഫ്രീക്വൻസി റീജിയനിൽ ഗെയിൻ എന്ന് പറയുന്ന മാക്സിമം അപ്രോക്സിമേറ്റ് ഈക്വൽ ടു 1 ഉണ്ടോ? ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇൻഫിനിറ്റിയിൽ 1 ആവുന്നു എന്നുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഹൈ ഫ്രീക്വൻസിയിൽ എന്താണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് 1 ആയിരിക്കും. ഓക്കെ, ഇനി ഈ മാക്സിമം ഗെയിനിൽ നിന്ന് 3 dB അല്ലെങ്കിൽ 1/√2 ടൈംസ് മാക്സിമം വാല്യൂ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണ് എൻ്റെ 1/√2 ടൈംസ് വാല്യൂ. ആ 1/√2 ടൈംസിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഈ ഫ്രീക്വൻസിയാണ് നമ്മൾ F1 എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി. എന്താണ് കട്ട് ഓഫ് ഫ്രീക്വൻസി? ഒരു ഫിൽറ്ററിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, ഇതാ നോക്ക്, ഫ്രീക്വൻസി കുറവായിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ 0യിൽ എന്താണ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറയുന്ന 0 ആണ്. നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഇക്വേഷനും കൂടെ നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഇതാണ് ഇതിൻ്റെ കേസിൽ ഗെയിനിനുള്ള ഇക്വേഷൻ. വി ഔട്ട് ഡിവൈഡഡ് ബൈ വി ഐ ഈസ് ഈക്വൽ ടു 1/√f f1 ബൈ f ദ ഹോൾ സ്ക്വയർ. അത് ഈ ഒരു ഡെറിവേഷൻ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് ചോദിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഈ നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അന്നേരം ഇതിനകത്ത് ഇനി ഈ എഫിന് പല വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. അതാണ് അതിൻ്റെ ഗെയിനിൻ്റെ ഇക്വേഷൻ. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡയഗ്രാം വരച്ചിരിക്കുന്നത്. അന്നേരം ഇതിനകത്ത് നമ്മൾ പല വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം എഫിന് 0 ഇടാം. എഫിന് 0 ഇടുമ്പോൾ വി ഔട്ട് ബൈ വി ഐ എന്ന് പറയുന്നത് എത്ര വരും? 1/√1 പ്ലസ് f1 ഡിവൈഡഡ് ബൈ 0 ദ ഹോൾ സ്ക്വയർ. എനി നമ്പർ ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുന്നത് എന്താവും? ഇൻഫിനിറ്റി ആവും. അന്നേരം √1 പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവും. അന്നേരം ഇത് എഫിന് 0 ഇടുന്ന സമയത്ത്, എഫ് ഇസ് ഈക്വൽ ടു 0 ഇടുന്ന സമയത്ത് വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന് വരും. 1/∞ എന്ന് പറയുന്നത് എന്താണ്? 1/∞ എന്ന് പറയുന്നത് 0. അന്നേരം എഫിന് 0 വരുന്ന സമയത്ത് ലോ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ 0 ഫ്രീക്വൻസിയിൽ ഗെയിൻ എന്ന് പറയുന്നത് 0. ഇനി അടുത്തത് എഫിന് F1 എന്ന് പറയുന്ന വാല്യൂ ഇടുന്നു. എഫിന് F1 എന്ന് പറയുന്ന വാല്യൂ ഇടുമ്പോഴത്തേക്കും F1 ഡിവൈഡഡ് ബൈ F1. അന്നേരം അതെന്താ 1. അന്നേരം 1 ഡിവൈഡഡ് ബൈ √1 പ്ലസ് 1 എന്നാവും. അന്നേരം 1/√. ആ എഫിന് F1 വരുന്ന സമയത്ത് ഗെയിനിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായി മാറും? 1/√2. ഇനി അടുത്ത എഫിന് ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുന്നു. എഫിന് എന്താ? ഹൈ വാല്യൂ, ഹൈ ഫ്രീക്വൻസി, ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കും. ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ 1/∞ എന്ന് പറയുന്നത് എന്താവും? 0 ആവും. അന്നേരം 1 ഡിവൈഡഡ് ബൈ √1 പ്ലസ് 1. 1 ഡിവൈഡഡ് ബൈ √1 പ്ലസ് 1 എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് വി ഔട്ട് ബൈ വി ഐ v1 എന്ന് പറയുന്നത് 1 ആയി മാറും. അന്നേരം 1 ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു വി ഔട്ട് ബൈ വി ഐ ഈസ് ഈക്വൽ ടു 1. അന്നേരം വി ഔട്ട് ഈസ് ഈക്വൽ ടു വി ഐ എന്ന് കിട്ടും. ഓക്കെ, അന്നേരം അതാണ് ഈ കൊടുത്തിരിക്കുന്ന ഫ്രീക്വൻസി. 0 ഇട്ടു. 0 ഇടുന്ന സമയത്ത് വി ഔട്ട് ബൈ വി ഐ എന്ന് പറയുന്ന 0 ആയി. ഫ്രീക്വൻസി F1 ഇട്ടു. F1 ഇടുന്ന സമയത്ത് വി ഔട്ട് ബൈ വി ഐ എന്ന് പറയുന്ന 1/√2 ആയി. ഫ്രീക്വൻസി ഇൻഫിനിറ്റി ഇട്ടു. ഇൻഫിനിറ്റി ഇടുന്ന സമയത്ത് വി ഔട്ട് ബൈ വി ഐ എന്ന് പറയുന്നത് 1 ആയി മാറും. ഓക്കെ, ഇനി ഈ F1 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ കട്ട് ഓഫ് ഫ്രീക്വൻസി ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നാണ് വിളിക്കുന്നത്. F1 പറയുന്ന പേരാണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അല്ലെങ്കിൽ ഇതിന് വേറെ ഒരു പേരിലും പറയാം, ലോവർ 3 dB ഫ്രീക്വൻസി എന്നും പറയാം. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ആ ഒരു ലോ പാസ് ഫിൽറ്ററിന്റെ കേസിൽ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഹൈ പാസിന്റെയും ലോ പാസിന്റെയും കേസിൽ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2πRC ആണ്. അന്നേരം ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2πRC ആണ്. അന്നേരം എന്താണ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ, ഈ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗെയിൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. അന്നേരം
ഗെയിൻ മാക്സിമം ആവുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതാ നോക്ക്, എഫ് 0 ആയിരുന്ന സമയത്ത് ഗെയിൻ എന്ന് പറയുന്നത് 0, എഫ് 1 ആവുന്ന സമയത്ത് ഗെയിൻ എന്ന് പറയുന്നത് 1/√2, എഫ് ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ഗെയിൻ എന്ന് പറയുന്നത് 1. ഓക്കെ, അന്നേരം ഇതാണ് എന്താ ഹൈ പാസ് ഫിൽട്ടർ. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, പോട്ടെ. അടുത്ത പറയാം. ഇനി ഹലോ, പറഞ്ഞോളൂ. ഇനി അടുത്ത റെസ്പോൺസ് ടു സ്റ്റെപ്പ് ഇൻപുട്ട്. നമ്മൾ ഈ സർക്യൂട്ടിന് നമ്മളെ ആർ സി സർക്യൂട്ടിന് ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുകയാണ്. സ്റ്റെപ്പ് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. യൂണിറ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഫോർ 0 to ഇൻഫിനിറ്റി, 0 തൊട്ട് -ഇൻഫിനിറ്റി വരെ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയുള്ള സിഗ്നലിനെയാണ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയുന്നത്. അന്നേരം ഒരു സ്റ്റെപ്പ് സിഗ്നലിനെ നമുക്ക് ഒരു ഹൈ പാസ് ഫിൽറ്ററിന് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കുമെന്ന് നോക്കാം. അന്നേരം ദിസ് ഈസ് ദി സ്റ്റെപ്പ് ഇൻപുട്ട്. സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ നമുക്ക് 0 തൊട്ട് ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് യൂണിറ്റി വാല്യൂ, 0 തൊട്ട് -ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അന്നേരം ഈ സ്റ്റെപ്പ് ഇൻപുട്ട് ഞാൻ ഈ ഒരു ഹൈ പാസ് ആർ സി സർക്യൂട്ടിന് കൊടുക്കുകയാണ്. അന്നേരം ഈ ഒരു ഹൈ പാസ് ആർ സി സർക്യൂട്ടിന് ഈ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഹൈ വാല്യൂ അല്ലേ, ഹൈ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ആംപ്ലിറ്റ്യൂഡ്, ഒരു വി എന്ന് പറയുന്ന ഒരു ഡി സി വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. ഡി സി വോൾട്ടേജ് പോലെ ഒരെണ്ണമാണ് കൊടുക്കുന്നത് അല്ലേ. അന്നേരം ഈ വി എന്ന് പറയുന്ന വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേക്കും കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും? കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അന്നേരം ഈ കൊടുക്കുന്ന വോൾട്ടേജ് എന്തിനു വേണ്ടിയിട്ട് അങ്ങ് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങും? ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ഇവിടെ ഈ ഒരു ആർ സി സർക്യൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആർ സി സർക്യൂട്ടിന് സഡൻ ആയിട്ടുണ്ടാകുന്ന ചേഞ്ചസിനെ ഓപ്പോസ് ചെയ്യാനുള്ള കഴിവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഇവിടെ ഒരു പെട്ടെന്ന് ഇതുവരെ ഒരു ലോ വാല്യൂ ആയിരുന്നു, പെട്ടെന്ന് ഒരു ഹൈ വാല്യൂ വന്നു കഴിഞ്ഞാൽ ആ ഹൈ വാല്യൂ എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം മാറ്റം സംഭവിക്കും. അന്നേരം എന്താ നോക്കേ, ഇവിടെ നിന്ന് പെട്ടെന്ന് ഒരു വി എന്ന് പറയുന്ന വോൾട്ടേജ് ഇൻപുട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വി എന്ന് പറയുന്നതായിരിക്കും ആദ്യം ഔട്ട്പുട്ടിൽ കാണിക്കുന്നത് അല്ലേ. ഇതാ നോക്ക്, ഇവിടെ ഔട്ട്പുട്ടിലും വി. എന്നിട്ട് ഇതാ നോക്കേ, ഒരു ഹൈ വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്. ഒരു വി എന്ന് പറയുന്ന വോൾട്ടേജ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഈ കൊടുക്കുന്ന വി എന്ന് പറയുന്ന വോൾട്ടേജ് ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് എക്സ്പോണൻഷ്യലി ആണ്. അന്നേരം കപ്പാസിറ്റർ എക്സ്പോണൻഷ്യലി ചാർജ് ചെയ്യും. കപ്പാസിറ്റർ എക്സ്പോണൻഷ്യലി ചാർജ് ചെയ്യുന്നത് കൊണ്ട് ഈ കൊടുക്കുന്ന വോൾട്ടേജ് എല്ലാം ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത്രയും നമുക്ക് ഔട്ട്പുട്ട് ഡ്രോപ്പ് ആയിട്ടാണ് നടക്കുന്നത്. അന്നേരം കപ്പാസിറ്റർ എക്സ്പോണൻഷ്യലി ചാർജ് ചെയ്യുകയും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യലി ഡീകേ ചെയ്യും. നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യുന്നു? ഡീകേ ചെയ്യും. അന്നേരം നമുക്ക് ഒരു ഹൈ പാസ് സർക്യൂട്ടിന് നമ്മൾ ഒരു സ്റ്റെപ്പ് സിഗ്നൽ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ we will get an exponentially decaying output. നമുക്ക് ഒരു ഹൈ പാസ് ആർ സി സർക്യൂട്ടിന് നമ്മൾ ഒരു സ്റ്റെപ്പ് സിഗ്നൽ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഔട്ട്പുട്ടിൽ കിട്ടും? ഒരു ഡീകേയിങ് എക്സ്പോണൻഷ്യലി ഔട്ട്പുട്ടിൽ കിട്ടും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അന്നേരം ആ ഡീകേയിങ് എക്സ്പോണൻഷ്യലിന്റെ വി ഔട്ടിന്റെ ഇക്വേഷൻ ആണ് വി ഔട്ട് ഇസ് ഈക്വൽ ടു ബി ഇ റൈസ് ടു -t ഡിവൈഡഡ് ബൈ ആർ സി. ബി എന്ന് പറയുന്നത് നമ്മൾ ഈ
ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്, ഇൻപുട്ട് കൊടുത്തതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് വി ഇ റേസ്ഡ് മൈനസ് ടി ഡിവൈഡഡ് ബൈ ആർ സി. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അടുത്തത് നമ്മളൊരു സ്ക്വയർ വേവ് ഇൻപുട്ട് കൊടുക്കും. സ്ക്വയർ വേവ് ഇൻപുട്ട് ഒരു ആർ സി സർക്യൂട്ടിന് കൊടുക്കും. അപ്പോൾ നോക്ക്, നമ്മൾ ആർ സി സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താ, ആദ്യം ഒരു ഹൈ പാസ് ആകുമ്പം ആദ്യം ഒരു കപ്പാസിറ്റർ, പിന്നെ ഒരു റെസിസ്റ്റർ അല്ലേ? ഓക്കെ, അന്നേരം ഇതാണ് നമ്മളെ ആർ സി സർക്യൂട്ട്. നമ്മൾ ഇതിനകത്തോട്ട് ഒരു സ്ക്വയർ വേവ് ഇൻപുട്ട് കൊടുക്കുന്നു. അതാ നോക്ക്, നമ്മളിപ്പം യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു, ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഇതിലും വർക്കിംഗ് നടക്കുന്നത്. അത് നോക്ക്, അപ്പം ഇവിടെ ഇതാ നോക്ക്, ഈ ഒരു പോയിന്റിൽ ഇതാ കണ്ടോ ഒരു സഡൻ ചേഞ്ച് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു. അന്നേരം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ആർ സി സർക്യൂട്ടിന് സഡൻ ചേഞ്ചിന് ഒപ്പോസ് ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഇവിടെ എന്താണ് പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റം അത് ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യും. എന്താ നോക്ക്, ഇവിടുന്ന് V1 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂവിലോട്ട് സ്വിച്ച് ചെയ്യും. അന്നേരം ആ ഒരു സ്വിച്ചിങ് അതേപോലെ ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അന്നേരം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് എങ്ങോട്ട് മാറും, ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ട് പിന്നെന്താ, ഈ ഒരു വോൾട്ടേജ് നമ്മൾ നേരത്തെ യൂണിറ്റ് സ്റ്റെപ്പ് കൊടുത്ത പോലെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഒരു ഹൈ വാല്യൂ കൊടുക്കുകയാണ്. അന്നേരം ഈ ഹൈ വാല്യൂ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും? ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഈ ഹൈ വാല്യൂ ഈ ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അന്നേരം ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ഔട്ട്പുട്ടിന് എന്ത് സംഭവിക്കും? ഈ V1 എന്ന് പറയുന്ന ഈ വാല്യൂവിൽ നിന്ന് ഔട്ട്പുട്ട് ഡീകേ ചെയ്യാൻ തുടങ്ങും. കാരണം ഈ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്, ഈ ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും? കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡീകേ ചെയ്യാൻ തുടങ്ങും. അതാണ് ഈ ഒരു റീജിയനിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇങ്ങനെ ഡീകേ ചെയ്ത് വരുന്നത്. അങ്ങനെ ഇവിടം വരെ ഡീകേ ചെയ്തു, ഇത്രയും വരെ ഡീകേ ചെയ്തു. ഇത്രയും വരെ ഡീകേ ചെയ്ത സമയത്ത് പെട്ടെന്ന് ഒരു സ്വിച്ചിങ് ആണ്. അത് നമുക്ക് ഈ ഹൈയിൽ നിന്ന് എങ്ങോട്ട് സ്വിച്ച് ചെയ്തു? ലോയിലോട്ട് സ്വിച്ച് ചെയ്തു. അന്നേരം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ, പെട്ടെന്ന് ഉണ്ടാകുന്ന ചേഞ്ചസിന് ഓപ്പോസ് ചെയ്യാൻ നമ്മുടെ സർക്യൂട്ടിന് കഴിവില്ല. അത് അതേപോലെ ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ ഒരു ചേഞ്ച് അതേപോലെ നമ്മുടെ ഔട്ട്പുട്ടിൽ ഉണ്ടോ, V3 എന്ന് പറയുന്ന പോയിന്റിലോട്ട് സ്വിച്ച് ചെയ്യും. പെട്ടെന്ന് ഇത് ലോ ആയി, എന്തായി? V3 എന്ന് പറയുന്ന വോൾട്ടേജ്. ഓക്കെ, അന്നേരം എന്താ നോക്കേ, അന്നേരം ഈ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് കപ്പാസിറ്ററിലുള്ള വോൾട്ടേജിനെക്കാട്ടിയും കുറവാണ്. ഏതാ? ഔട്ട്പുട്ടിലുള്ള ഈ ഒരു വോൾട്ടേജ് ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കപ്പാസിറ്ററിലുള്ള വോൾട്ടേജിനെക്കാട്ടിയും കുറവാണ്. അന്നേരം കപ്പാസിറ്ററിലുള്ള വോൾട്ടേജിനെക്കാട്ടിയും ഔട്ട്പുട്ട് വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും? കപ്പാസിറ്റർ ഇവിടുത്തെ വോൾട്ടേജ് കൂടി അല്ലേ, ഇവിടുത്തെ വോൾട്ടേജ് കുറഞ്ഞു, ഇവിടുത്തെ വോൾട്ടേജ് കൂടി. എന്നാൽ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും? തിരിച്ച് ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ആ വരുന്ന കറണ്ട് ഏത് വഴിയാണ് പോകുന്നത്? റെസിസ്റ്റർ വഴി. അന്നേരം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അന്നേരം നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് തിരിച്ചതാ ഇൻക്രീസ് ചെയ്ത് ഇവിടം വരെ വന്നു. അന്നേരം ഇവിടം വരെ എത്തിയപ്പോഴത്തേക്കും പിന്നെയും തിരിച്ചുള്ള സ്വിച്ചിങ് എന്താണ്? ലോയിൽ നിന്ന് ഹൈയിലോട്ടുള്ള സ്വിച്ചിങ് നടക്കുന്നു. അത് അതേപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അന്നേരം വെൻ വി ആർ ഗിവിങ് എ സ്ക്വയർ വേവ് ടു ആൻ RC high pass circuit, we will get a tilted waveform, tilted square wave. അതായത് ഇതെന്താ, ഒരു സ്ക്വയർ വേവിനെ ടിൽറ്റ് ചെയ്ത് അല്ലെങ്കിൽ തിരിച്ചു വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചൊടുക്കി വെച്ചേക്കുന്ന പോലെയല്ലേ കിട്ടിയിരിക്കുന്നത്. അന്നേരം വെൻ വി ആർ ഗിവിങ് എ സ്ക്വയർ വേവ് ഇൻപുട്ട് ടു an RC circuit, we will get എന്താണ്? tilted square wave as output. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു tilted square wave ഔട്ട്പുട്ട് കിട്ടും. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ടിൽറ്റ് എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. പെർസെൻറ്റേജ് ഓഫ് ടിൽറ്റ് എന്ന് പറയുന്നത് T/2 RC × 100. അന്നേരം ഇവിടെ എന്തുമാത്രം പെർസെൻറ്റേജിൽ ആ ടിൽറ്റ് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അതിനുള്ള ഇക്വേഷൻ T/2 RC × 100. ഓക്കെ, ഇനി അടുത്തതാണ് RC ഹൈ പാസ് RC സർക്യൂട്ട് ആസ് ഡിഫറൻഷ്യേറ്റർ. അന്നേരം ഈ ഒരു സർക്യൂട്ടിനെ, ഈ ഒരു ഹൈ പാസ് സർക്യൂട്ടിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റർ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. ഈ ഒരു സർക്യൂട്ടിനെ, ഹൈ പാസ് സർക്യൂട്ടിനെ നമുക്ക് എന്തായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം? ഡിഫറൻഷ്യേറ്റർ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. അന്നേരം ഡിഫറൻഷ്യേറ്റർ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ
നോക്കുക, ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള ഇക്വേഷൻ വി ഔട്ട് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? വി ഔട്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് അല്ലേ? ഇതിനെ പാരലലായിട്ട് എടുക്കുന്നതുകൊണ്ട് വി ഔട്ട് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് നമുക്ക് എഴുതാം. വി ഔട്ട് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇനി ഇവിടെ വരുന്ന കറണ്ട്, ഒരു കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന കറണ്ട് എന്ന് പറയുന്നത്, കറണ്ട് ഐ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ഐ ബൈ ഡി ടി. അന്നേരം ഒരു കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് നമ്മൾ പഠിച്ചു ഹൈപാസ് ആർ സി സർക്യൂട്ടിൽ നമ്മൾ ഈ ഒരു ആർ സി സർക്യൂട്ട് ഇൻ്റഗ്രേറ്റർ ആയിട്ടും ഡിഫറൻഷിയേറ്റർ ആയിട്ടും നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും എടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് സി എന്ന് പറയുന്നത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ ആയിട്ട് എടുക്കും. എന്നൂടെ ശ്രദ്ധിക്കാം, എക്സ് സി എന്ന് പറയുന്നത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ ആയിട്ട് എടുക്കും. എന്ന് വെച്ചാൽ ഇവിടുത്തെ റിയാക്റ്റൻസ് ഒരു ഹൈപാസ് സർക്യൂട്ട് ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എക്സ് സി എന്ന് പറയുന്നത്, ഈ എക്സ് സി എന്ന് പറയുന്നത് ഇവിടുത്തെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്ററിനെ കാട്ടിയും ഈ ആറിനെ കാട്ടിയും വളരെ കൂടുതലാണെന്ന് എടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറയാം, ഈ ഇവിടുത്തെ റിയാക്റ്റൻസ് കൂടുതൽ, വളരെ കൂടുതൽ എന്ന് വെച്ചാൽ ഈ വരുന്ന കറണ്ട് എല്ലാം ഇവിടെ വന്ന് തട്ടി നിൽക്കുമെന്ന് പറയാം, ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് നിൽക്കുമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ കറണ്ടിനെ നമുക്ക് എവിടുത്തെ കറണ്ട് എന്ന് പറയാം? കപ്പാസിറ്ററിലെ കറണ്ട് എന്ന് പറയും. അങ്ങനെ കപ്പാസിറ്ററിലെ കറണ്ടിനുള്ള ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു എന്താണ്? സി ഇൻറ്റു ഡി ബി ഐ ബൈ ഡി ടി എന്ന് എഴുതാം. അതായത് നമുക്ക് ഈ ഇക്വേഷൻ വി ഔട്ട് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഐക്ക് പകരം എന്താണ്? സി ഇൻറ്റു ഡി ബി ഐ ബൈ ഡി ബി ഐ ബൈ ഡി ടി ഇൻറ്റു ആർ എന്ന് എഴുതാം, ഇൻറ്റു ആർ. ഓക്കെ, അന്നേരം വി ഔട്ട് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ഐ ബൈ ഡി ടി ഇൻറ്റു ആർ എന്ന് എഴുതാം. ഇതിനകത്തുനിന്ന് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? വി ഔട്ട് ഈസ് ഈക്വൽ ടു ആർ സി ഇൻറ്റു ഡി വി ഐ ബൈ ഡി ടി എന്ന് എഴുതാം. സോ വി ക്യാൻ സേ ദ ഔട്ട്പുട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് വോൾട്ടേജിന്റെ ഡെറിവേറ്റീവ് ആണ് അല്ലേ? ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട്. സോ ദ സർക്യൂട്ട് വർക്ക് ആസ് ഡിഫറൻഷിയേറ്റർ. അന്നേരം നമ്മളെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തിന്റെ ഡെറിവേറ്റീവ് ആണ്? ഇൻപുട്ടിന്റെ ഡെറിവേറ്റീവ് ആണ്. അതുകൊണ്ട് ഈ സർക്യൂട്ട് എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. ക്ലിയർ ആയല്ലോ? ഇനി ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ പഠിക്കണം. അന്നേരം ഈ ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷനുണ്ട്. നമ്മളിവിടെ റെസിസ്റ്ററും കപ്പാസിറ്ററും യൂസ് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്ററും കപ്പാസിറ്ററും തമ്മിൽ ഉള്ള ഇക്വേഷൻ, ആ റെസിസ്റ്ററും കപ്പാസിറ്ററും തമ്മിൽ ഈ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ആ സർക്യൂട്ട് ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യൂ. ഇല്ലെങ്കിൽ അത് നോർമൽ ഹൈ പാസ് ഫിൽട്ടർ ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. എന്നിട്ട് ആർ സി എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ 0.00160. ആർ സി ഈസ് ലെസ് ദാൻ 0.00160. Then we can say this high pass filter, high pass RC circuit works as a differentiator. ഡിഫറൻഷിയേറ്റർ ആണെന്ന് പറയാനുള്ള റീസൺ എന്താണ്? ഡിഫറൻഷിയേറ്റർ ആണെന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് വി ഔട്ട് ഈസ് ഈക്വൽ ടു ആർ സി ഇൻറ്റു ഡി വി ഐ ബൈ ഡി ടി എന്ന് നമുക്ക് കിട്ടി. അതുകൊണ്ട് നമുക്കിതിനെ ഡിഫറൻഷിയേറ്റർ എന്ന് പറയാം. കാരണം ഔട്ട്പുട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. സോ സർക്യൂട്ട് ബിഹേവ്സ് ആസ് ഡിഫറൻഷിയേറ്റർ. ഇനി what is the main condition for a circuit or a RC circuit behaves as differentiator എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is RC less than or equal to 0.00160, which is the main which is the condition for an RC high pass circuit to work as differentiator. എന്ന് വെച്ചാൽ ഈ RC എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റന്റ് ആണ്. RC എന്ന് പറയുന്നത് എന്താണ്? ടൈം കോൺസ്റ്റന്റ്. ആർ സി ലെസ് ദാൻ 0.00160 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന വളരെ ചെറിയ വാല്യൂ. ചെറിയ വാല്യൂ എന്ന് വെച്ചാൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്, വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും അത് ബിഹേവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സ്വിച്ചിങ് എന്ന് പറയുന്ന ആ ഒരു ചാർജിങ്ങും ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്. സോ നമ്മൾ നേരത്തെ അതേ സംഭവം, നേരത്തെ ഒരു സ്ക്വയർ വേവ് കൊടുത്തു,
we will get tilted square wave as output in the case of high pass RC circuit അല്ലേ. അതേപോലെ നമ്മൾ ഒരു സ്ക്വയർ വേവ് ഇൻപുട്ട് നമ്മൾ ഇതിന് കൊടുക്കുന്നു, അന്നേരം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്പൈക്ക് ആയിരിക്കും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പറയാം. ഹൈ ഇൻപുട്ട് വന്നു, ഹൈ ഇൻപുട്ട് വരുമ്പോൾ ആ സഡൻ ചേഞ്ച് അതേപോലെ വന്നു അല്ലേ. പിന്നെ എന്താ, കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങുന്നു, ഔട്ട്പുട്ട് അതിനനുസരിച്ച് കുറയുമെന്ന് നമ്മൾ അവിടെ പറഞ്ഞു. പക്ഷേ ഇവിടെ ചാർജിങ് വളരെ ഫാസ്റ്റ് ആണ്, അതേപോലെ ഡിസ്ചാർജിങ്ങും വളരെ ഫാസ്റ്റ് ആണ്. സോ പെട്ടെന്ന് ചാർജ് ചെയ്യും, ഫുൾ അങ്ങ് ചാർജ് ചെയ്യും, അന്നേരത്തേക്ക് പെട്ടെന്ന് ഔട്ട്പുട്ട് ഡീകേ ചെയ്ത് 0-ലെത്തും. ഓക്കെ, പിന്നെ ഈ ഒരു പോയിന്റ് വരെ 0-ൽ തന്നെ നിൽക്കും. ഇവിടെ എത്തുമ്പോഴത്തേക്കും സഡൻ ആയിട്ട് നെഗറ്റീവിലോട്ട് വന്നു, ആ സഡൻ ചേഞ്ച് അതേപോലെ ഔട്ട്പുട്ടിൽ വന്നു, എന്നിട്ട് അന്നേരം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ലേ. പക്ഷെ കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് കൂടുതലാണ്, അന്നേരം കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഡിസ്ചാർജ് ചെയ്യുന്ന ഫാസ്റ്റ് ആയിട്ടായിരിക്കും, അതിനെ പെട്ടെന്ന് ഡീകേ ചെയ്യും. അന്നേരം മറ്റേതിനകത്ത് ഇങ്ങനെ സ്ലോ ആയിട്ടായിരുന്നു വന്നത് അല്ലേ, ഈ രീതിയിൽ ഇങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് മറ്റേതിനകത്ത് ഇങ്ങനെ സ്ലോ ആയിട്ട് വന്നു അല്ലേ, ഈ ഒരു രീതിയിൽ വന്നു, ഈ ഒരു രീതിയിലാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഈ ഒരു സ്ലോ ആയിട്ട് വരുന്ന ഈ ഒരു കർവ് പെട്ടെന്ന് അങ്ങ് കണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ്. ടൈം കോൺസ്റ്റന്റ് വളരെ ചെറിയ വാല്യൂ ആയതുകൊണ്ട് ദ സ്ക്വയർ വേവ് ഈസ് കൺവെർട്ടഡ് ടു ട്രിഗർ പൾസ് ഓർ സ്പൈക്ക്. ഇവിടെ സ്ക്വയർ വേവ് എന്തായിട്ടാണ് കൺവെർട്ട് ചെയ്യുന്നത്, ഡിഫറൻഷിയേറ്ററിന്റെ കേസിൽ ട്രിഗർ പൾസ് അല്ലെങ്കിൽ സ്പൈക്ക് ആയിട്ടാണ് കൺവെർട്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ ആണല്ലോ. ഇത് ഒന്നുകൂടെ ഈ വീഡിയോയെ ഞാൻ ഇന്നത്തെ ക്ലാസ് മൊത്തം കഴിഞ്ഞിട്ട് ഞാനത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് അത് ഷെയർ ചെയ്യാം. ആ വീഡിയോ കണ്ടിട്ട് കൂടാതെ ഞാൻ സെൻഡ് ചെയ്യുന്ന ഈ നോട്ട്സും കൂടെ ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ, അന്നേരം കുറച്ചുകൂടെ മനസ്സിലാകും. കാരണം സമയം കുറവായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോകാനേ പറ്റൂ. ഇത് ഏതാണ്ട് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്ന ഒരു 10 hour കൊണ്ടെടുക്കേണ്ടതാണ്. ഓക്കെ, അന്നേരം ഇനിയിപ്പം അടുത്ത നമുക്ക് അന്നേരം ഇത്രയേ ഉള്ളൂ. ഹൈ പാസ് RC സർക്യൂട്ട്. വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ, ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ 2 കാറ്റഗറി ഉണ്ട്, ഒന്ന് ഹൈ പാസും ഒന്ന് ലോ പാസും. അതിനകത്ത് ഹൈ പാസ് RC സർക്യൂട്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ലോ പാസ് RC സർക്യൂട്ട് നോക്കാം. ഈ പറഞ്ഞ സംഭവം നേരെ തിരിച്ച്. ഓക്കെ, അന്നേരം ഹൈ പാസ് RC സർക്യൂട്ടിനകത്ത് നമ്മൾ എന്താ ചെയ്തത്, ഹൈ പാസ് RC സർക്യൂട്ടിനകത്ത് ഇവിടെ ഒരു എന്താണ് കപ്പാസിറ്ററും ഇവിടെ ഒരു റെസിസ്റ്ററുമായിരുന്നു അല്ലേ. ഇവിടെ ഒരു കപ്പാസിറ്ററും ഇവിടെ ഒരു റെസിസ്റ്ററുമായിരുന്നു. അതേസമയം ലോ പാസ് RC സർക്യൂട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ റെസിസ്റ്ററും വരും, ഇവിടെ കപ്പാസിറ്റർ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരും. അന്നേരം ഇതിൻ്റെ ഫീച്ചേഴ്സ് മൊത്തം മാറും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നത്, പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും ആ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം മാറും. അന്നേരം ഈ ഒരു സർക്യൂട്ടിനെ നമ്മൾ ലോ പാസ് RC സർക്യൂട്ട് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. അന്നേരം നമുക്കറിയാം കപ്പാസിറ്റർ ഇവിടെ ഔട്ട്പുട്ടിന് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അന്നേരം കപ്പാസിറ്ററിന്റെ റിയാക്റ്റൻസ് ആണ് ഇവിടുത്തെ മെയിൻ കേസ് എന്ന് അറിയാം. കപ്പാസിറ്ററിന്റെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. XC is equal to 1/j ωc എന്ന് പറയും അല്ലെ. ഒമേഗ എന്ന് പറയുന്നത് 2πf. അന്നേരം XC is inversely proportional to frequency. അന്നേരം ഫ്രീക്വൻസി കുറയുമ്പോൾ, ഫ്രീക്വൻസി കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസിയിൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് മാക്സിമം, XC മാക്സിമം. XC മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നോക്ക്, ലോ ഫ്രീക്വൻസിയിൽ XC മാക്സിമം എന്ന് വെച്ചാൽ ഇത് മാക്സിമം റെസിസ്റ്റൻസ് തരും. മാക്സിമം റെസിസ്റ്റൻസ് തരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ, കറണ്ടിനെ ഒന്നും പാസ് ചെയ്തില്ല. അങ്ങനെ മാക്സിമം റെസിസ്റ്റൻസ് തരുന്നതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയും. ഇങ്ങനെ ഇരിക്കും, ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അന്നേരം നമ്മൾ ഇവിടെ എന്ത് കൊടുക്കുന്നു, ഇൻപുട്ട് എന്ത് കൊടുക്കുന്നു, അത് തന്നെയായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്, ഔട്ട്പുട്ടിൽ കിട്ടും. ഇൻപുട്ടിൽ കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് എവിടെയും കിട്ടും, ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, അന്നേരം നമ്മൾ ലോ ഫ്രീക്വൻസിയിൽ
റിയാക്ടൻസ് മാക്സിമം. റിയാക്ടൻസ് മാക്സിമം എന്ന് വെച്ചാൽ ഈ കപ്പാസിറ്റർ എന്തായിട്ട് ബിഹേവ് ചെയ്യും? ഓപ്പൺ സർക്യൂട്ടായിട്ട് ബിഹേവ് ചെയ്യും. ഓപ്പൺ സർക്യൂട്ടായിട്ട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് ഇൻപുട്ടിൽ കൊടുക്കുന്നത് എന്താണ് അത് തന്നെയാണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അന്നേരം വി ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഓക്കെ. ഇനി ഹൈ ഫ്രീക്വൻസി. ഹൈ ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തു. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മിനിമം ആവും. വെരി ഹൈ ഫ്രീക്വൻസിയുടെ കാര്യമാണ്. അന്നേരം മിനിമം ആവും. മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തുപോലെ ആക്ട് ചെയ്യും? ഹൈ ഫ്രീക്വൻസി ആകുമ്പോഴത്തേക്കും ഇത് ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും ഷോർട്ട് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടും എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടാവും. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം. നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടിൽ കറണ്ട് മാക്സിമം ആയിരിക്കും. കറണ്ട് മാക്സിമം ആയിരിക്കും. വോൾട്ടേജ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഷോർട്ട് സർക്യൂട്ടിൽ കറണ്ട് മാക്സിമം ആയിരിക്കും. വോൾട്ടേജ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അതേസമയം ഓപ്പൺ സർക്യൂട്ടിൽ OC എന്ന് എഴുതിയാൽ മതി കേട്ടോ. OCയിൽ കറണ്ട് മിനിമം ആയിരിക്കും. ഓപ്പൺ സർക്യൂട്ടിൽ കറണ്ട് മിനിമം ആയിരിക്കും. വോൾട്ടേജ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അന്നേരം ഷോർട്ട് സർക്യൂട്ടിന്റെ കേസിൽ കറണ്ട് എന്ന് പറയുന്നത് മാക്സിമം, വോൾട്ടേജ് എന്ന് പറയുന്നത് മിനിമം. ഓപ്പൺ സർക്യൂട്ടിന്റെ കേസിൽ കറണ്ട് മിനിമം, വോൾട്ടേജ് മാക്സിമം. അന്നേരം നമ്മൾ ലോ ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിയാക്ടൻസ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. റിയാക്ടൻസ് മാക്സിമം ആകുമ്പോഴത്തേക്കും എന്താണ്? റിയാക്ടൻസ് മാക്സിമം ആയിരിക്കും. അന്നേരം ഇത് ഓപ്പൺ സർക്യൂട്ടായിട്ട് ബിഹേവ് ചെയ്യും. ഇൻപുട്ടിൽ കൊടുക്കുന്നത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതേസമയം ഹൈ ഫ്രീക്വൻസി ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ റിയാക്ടൻസ് മിനിമം ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഷോർട്ട് സർക്യൂട്ടായിട്ടായിരിക്കും. ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോഴത്തേക്കും വോൾട്ടേജ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. വോൾട്ടേജ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയിരിക്കും. അന്നേരം എന്താ നോക്കേ, ലോ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് മാക്സിമം തരും. എന്ന് വെച്ചാൽ ഇൻപുട്ടിനെ മാക്സിമം പാസ് ചെയ്യും. ഹൈ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് മിനിമം എന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയും. അതുകൊണ്ട് ലോ ഫ്രീക്വൻസിയിലല്ലേ മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്ന ഗെയിൻ. അതുകൊണ്ട് വി ക്യാൻ സേ ദിസ് സർക്യൂട്ട് വർക്ക്സ് എ ലോ പാസ് RC സർക്യൂട്ട്. അതുകൊണ്ട് നമുക്ക് ഈ സർക്യൂട്ടിനെ എന്തായിട്ട് പറയാം? ഒരു ലോ പാസ് RC സർക്യൂട്ടായിട്ട് പറയാം. ഇനി അന്നേരം ഇവിടെ ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുമ്പോഴത്തേക്കും ഇതേപോലെ ഇരിക്കും. നമ്മൾ നേരത്തെ ഹൈ പാസിന്റെ കേസിലായപ്പം ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പഠിച്ചത് അല്ലേ? ഇങ്ങനെയാണ് പഠിച്ചത്. ഇവിടെ അല്ലേ? ലോ പാസ് ആകുമ്പോഴത്തേക്കും ലോ പാസിന്റെ കേസിൽ ഹൈ പാസിന്റെ കേസിൽ ഹൈ ഫ്രീക്വൻസിയാണ് പാസ് ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസി പാസ് ചെയ്യും, ലോ ഫ്രീക്വൻസി ബ്ലോക്ക് ചെയ്യുന്നതാണ്. അന്നേരം ഹൈ പാസിന്റെ കേസിൽ ഈ രീതിയിലാണ് നമ്മൾ പഠിച്ചത്. ലോ പാസിന്റെ കേസിലാകുമ്പോഴത്തേക്കും ലോ ഫ്രീക്വൻസിയിൽ മാക്സിമം ഗെയിനും ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഗെയിൻ കുറഞ്ഞ് മിനിമം ആവുകയും ചെയ്യും. അല്ല, ഫ്രീക്വൻസി റെസ്പോൺസ് മനസ്സിലായല്ലോ. ലോ ഫ്രീക്വൻസിയിൽ മാക്സിമം ഔട്ട്പുട്ട്, വി ഔട്ട് ബൈ വി ഐ അല്ലേ ഗെയിൻ എന്ന് പറയുന്നത്. അന്നേരം ലോ ഫ്രീക്വൻസിയിൽ മാക്സിമം ഗെയിൻ, ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഗെയിൻ കുറഞ്ഞ് മിനിമം. നമ്മൾ നേരത്തെ അവിടെ എഴുതിയ പോലെ ഇവിടെയും വി ഔട്ട് ബൈ വി ഐക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഈ ഡെറിവേഷൻ പഠിക്കാൻ വയ്യാത്തവരാണ്. ഡെറിവേഷൻ പഠിക്കാൻ പറ്റുന്നവർ ഡെറിവേഷൻ പഠിച്ചു പോവുക. മൈനർ കോഴ്സ് ആയതുകൊണ്ട് ഡെറിവേഷന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അന്നേരം ഡെറിവേഷൻ പഠിക്കാത്തവർ ഇത് പഠിച്ചു വെച്ചാലും മതി. ഇവിടുത്തെ ഗെയിനിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/√(1 + f / f²²). മറ്റിടത്ത് f1/f² ആണ്. ഇവിടെ f/f² എന്നാണ് കിട്ടുന്നത്. ഇവിടെയും എഫിന് ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ നേരത്തെ അവിടെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും ഇട്ട് കൊടുക്കുന്നു. എഫിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഗെയിൻ എന്ന് പറയുന്ന 1 കിട്ടും. എഫിന് f2 ഇടുമ്പോൾ 1/√2 കിട്ടും. എഫിന് ഇൻഫിനിറ്റി ഇടുമ്പോൾ 0 കിട്ടും. ഇതല്ല, ഈ മൂന്നും കൂടെ ചേർത്ത് വരയ്ക്കുമ്പോൾ ഏതാണ്ട് ഇതേപോലെ തന്നെ ഇടും. എഫിന് 0 കൊടുക്കുമ്പോൾ 1, എഫിന് f1 ഇടുമ്പോഴത്തേക്ക് f2 ഇടുമ്പോഴത്തേക്കും 1/√2, എഫിന് ഇൻഫിനിറ്റി ഇടുമ്പോഴത്തേക്കും ഇത് 0 ആവും. ഓക്കെ, അന്നേരം ദിസ് ഈസ് ദി വർക്കിംഗ് ഓഫ് ലോ പാസ് RC സർക്യൂട്ട്. ഇനി നമ്മൾ നേരത്തെ ഹൈ പാസിന് നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്തു.
അതേപോലെ തന്നെ നമ്മൾ ലോ പാസിനും ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുകയാണ്. അന്നേരം നമ്മൾ നേരത്തെ ഹൈ പാസിന് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്ത സമയത്ത് നമുക്ക് ഈ കർവ് ഇങ്ങനെയായിരുന്നു വന്നല്ലേ. ഇവിടെ ലോ പാസിന് കൊടുക്കുന്ന സമയത്ത് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് വെച്ചാൽ, നമ്മൾ ലോ പാസിന്റെ കേസിൽ ഇവിടെ ഒരു റെസിസ്റ്റർ, പിന്നെ ഇവിടെ ഒരു കപ്പാസിറ്റർ, ഈ രീതിയിലല്ലേ. അന്നേരം എന്താ നോക്കേ, ഇൻപുട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഇൻപുട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുന്നു. സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേക്കും ആ ഹൈ വോൾട്ടേജ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും? ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അന്നേരം ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും? ചാർജ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഏതിന് അക്രോസ് ആണ്? ഈ കപ്പാസിറ്ററിന് അക്രോസ് അല്ലേ. അന്നേരം ഈ കപ്പാസിറ്ററിൽ എന്ത് വോൾട്ടേജ് ഉണ്ട് അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മളൊരു സ്റ്റെപ്പ് ഇൻപുട്ട് നമ്മൾ കൊടുത്ത സമയത്ത് വി വിൽ ഗെറ്റ് ആൻ എക്സ്പോണൻഷ്യലി ഗ്രോയിങ് കർവ്. എക്സ്പോണൻഷ്യലി എന്താണ് റൈസ് ചെയ്യുന്ന ഒരു കർവ് നമുക്കിവിടെ കിട്ടി. ക്ലിയർ ആയോ? മറ്റേടത്ത് ഡീക്കേയിങ് ആയത് എന്താണെന്ന് വെച്ചാൽ, മറ്റേടത്ത് നമ്മൾ കപ്പാസിറ്റർ ഇവിടെയാണ് കൊടുത്തത് അല്ലേ. നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഏതിന് അക്രോസ് ആയിരുന്നു? റെസിസ്റ്ററിന് അക്രോസ് ആയിരുന്നു. അന്നേരം നമ്മൾ ഈ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി. അന്നേരം കപ്പാസിറ്റർ വോൾട്ടേജ് കുറവായിരുന്നു അല്ലേ. ഹൈ കൊടുക്കുന്ന സമയത്ത് കപ്പാസിറ്റർ വോൾട്ടേജ് കുറവായിരുന്നു. അന്നേരം നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്ന എല്ലായിടത്തുനിന്നും ആ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിപ്പിക്കാൻ എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഡീക്കേയിങ് ആയിട്ട് വന്നത്. ഇവിടെ ഗ്രോയിങ് വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ വി ആർ ടേക്കിംഗ് ദ ഔട്ട്പുട്ട് അക്രോസ് ദ കപ്പാസിറ്റർ. നമ്മൾ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ വി വിൽ ഗെറ്റ് ആൻ എക്സ്പോണൻഷ്യലി ഗ്രോയിങ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യലി റൈസിങ് കർവ് ആസ് ദ ഔട്ട്പുട്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഒരു വി ഔട്ടിനുള്ള ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. വി ഔട്ട് ഈസ് ഈക്വൽ ടു മറ്റടുത്ത് വി ഇ റൈസ് ടു മൈനസ് ടി ബൈ ആർ സി ആണ്. ഇവിടെ വി ഔട്ട് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ബൈ ആർ സി എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇക്വേഷൻ. ഓക്കെ, ഇനി ഈ ഒരു സംഭവം കൂടെ പഠിച്ചു വെച്ചേക്കുക. റൈസ് ടൈം. റൈസ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കർവ് ഉണ്ടല്ലോ, ഈ ഒരു കർവ് അതിൻ്റെ 10% ഓഫ് ഔട്ട്പുട്ട് വാല്യൂ എന്ന് വെച്ചാൽ ഏതാണ്ട് ഇവിടെയാണെന്ന് കരുതി. ഈ ഒരു 10% ഓഫ് ഔട്ട്പുട്ട് വാല്യൂവിൽ നിന്ന്, ഔട്ട്പുട്ടിൻ്റെ 10%ൽ നിന്ന് ഔട്ട്പുട്ടിൻ്റെ 90% കണ്ടോ ഇവിടെ ഏതാണ്ട് ഇവിടെ ഈ ഒരു 90% വരെ എത്താൻ എടുക്കുന്ന ഈ ഒരു സമയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൈസ് ടൈം എന്ന് പറയുന്നത്. അന്നേരം വാട്ട് ഈസ് റൈസ് ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൈസ് ടൈം ഈസ് ഡിഫൈൻഡ് ആസ് ദ എന്താണ്? ടൈം ടേക്കൺ ഫോർ എ വേവ് ഫോം ടു റൈസ് ഫ്രം 10% ഓഫ് ഇറ്റ്സ് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ടു 10% to 90% of its steady state value is called rise time. അതാണ് 10%ൽ നിന്ന് 90% വരെ എടുക്കുന്ന ആ ഒരു സമയത്തിനെയാണ് റൈസ് ടൈം എന്ന് പറയുന്നത്. റൈസ് ടൈമിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ദ ഇക്വേഷൻ ഫോർ ദ റൈസ് ടൈം ഈസ് TR is equal to 2.2 RC. ഇക്വേഷൻ ഫോർ റൈസ് ടൈം എന്ന് പറയുന്നത് എന്താണ്? TR is equal to 2.2 RC ആണ് റൈസ് ടൈമിനുള്ള ഇക്വേഷൻ. ഇനി അടുത്തത് റെസ്പോൺസ് ടു സ്ക്വയർ വേവ് ഇൻപുട്ട്. ഹലോ, മനസ്സിലായത്? നേരത്തെ സെയിം തന്നെയാണ്. ഇവിടെ ആയപ്പോഴത്തേക്കും ലോ പാസ് ആയെന്നേ ഉള്ളൂ. ഹൈ പാസിന് പകരം ലോ പാസ് ആയെന്നേ ഉള്ളൂ. ആരും ഇല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത റെസ്പോൺസ് ടു സ്ക്വയർ വേവ് ഇൻപുട്ട്. നമ്മൾ നേരത്തെ പോലെ തന്നെ ഇവിടെയും സ്ക്വയർ വേവ് കൊടുക്കുന്നു. അന്നേരം ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ? കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. അന്നേരം എന്താ? ഈ നെഗറ്റീവ് വാല്യൂവിൽ നിന്ന് കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും? ചാർജ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ തിരിച്ച് ലോയിലോട്ട് പോകുമ്പോഴത്തേക്കും കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിസ്ചാർജ് ചെയ്യും. നമ്മളെപ്പോഴും ഒരു കാര്യം ഓർത്താൽ മതി, ഇവിടെ കപ്പാസിറ്ററിൽ എന്താണ് വോൾട്ടേജ് അത് തന്നെയാണ് ഇവിടെ ഔട്ട്പുട്ടിൽ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കപ്പാസിറ്റർ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് പ്ലസ് വിയിലോട്ട് ചാർജ് ചെയ്യാൻ നോക്കുന്നു. ഇവിടം വരെ എത്തിയപ്പോഴത്തേക്കും സ്വിച്ചിങ് നടക്കുന്നു. എന്ന് വെച്ചാൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് മാറി. അന്നേരത്തേക്കും നമ്മുടെ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു? തിരിച്ച് ഡിസ്ചാർജ് ചെയ്യുന്നു. അന്നേരം ആ ഡിസ്ചാർജിങ് അതേപോലെ മൈനസ് വിയിലോട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. പക്ഷേ V1 എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയപ്പോഴത്തേക്കും അത് കഴിഞ്ഞു. പിന്നെ ഹൈ ആണ് വന്നത്. അന്നേരം കപ്പാസിറ്റർ തിരിച്ച് ചാർജ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇതേപോലെ ഒരു കർവായിരിക്കും നമുക്ക് ഒരു ലോ പാസ് സർക്യൂട്ടിന് നമ്മൾ
സ്ക്വയർ വേവ് ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ലോ പാസ് ആർ സി സർക്യൂട്ട് ആസ് ഇൻ്റഗ്രേറ്റർ. ഒരു ആർ സി ലോ പാസ് സർക്യൂട്ടിനെ നമുക്ക് എങ്ങനെ ഇൻ്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളത്. അന്നേരം നമുക്ക് ഒരു ആർ സി സർക്യൂട്ടിനെ ഇൻ്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കേ, നമുക്ക് ഈ ദിസ് ഈസ് അവർ ലോ പാസ് ആർ സി സർക്യൂട്ട്. ഈ സർക്യൂട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ് പറയേണ്ടത്. അന്നേരം നമ്മളിവിടെ ഔട്ട്പുട്ട് എടുക്കുന്നത്, വി ഔട്ട് എടുക്കുന്നത് ഏതിനെ ക്രോസ് ആണ്? കപ്പാസിറ്ററിനെ ക്രോസ് ആണ്. അന്നേരം കപ്പാസിറ്ററിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നെയാണ് ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, കപ്പാസിറ്ററിന്റെ കറണ്ടിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. കറണ്ടിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഐ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ഐ ബൈ ഡി ടി, അല്ലെ? ഡി വി ഐ ബൈ ഡി ടി, സി ഇൻറ്റു ഡി വി ഐ അല്ലെങ്കിൽ ഡി വി ബൈ ഡി ടി എന്ന് കിടക്കട്ടെ, ഡി വി ബൈ ഡി ടി. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജിനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ഇതിനെ തിരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജിനുള്ള ഇക്വേഷൻ കിട്ടുമല്ലോ. അന്നേരം അതിന് വേണ്ടിയിട്ട് സി ഇൻറ്റു സി ഡി വി ഐ ഡി വി ഇസ് ഈക്വൽ ടു സി ഡി വി ഇസ് ഈക്വൽ ടു ഐ ഡി ടി എന്ന് എഴുതാം. ഐ ഡി ടി രണ്ടിടത്തും ഇൻ്റഗ്രൽ എടുക്കുന്നു. അന്നേരം നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് ഐ ഡി ടി അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് ഡി വി എന്ന് പറയുന്നത്, സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂ ആണ്, കപ്പാസിറ്ററിൻ്റെ ഒക്കെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ഇൻ്റഗ്രൽ ഓഫ് ഈ സി എയും കൂടെ നമുക്ക് കോൺസ്റ്റന്റിനെ വെളിയിലെടുത്തിട്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1/c ഇൻ്റഗ്രൽ ഐ ഡി ടി എന്ന് എഴുതാം. ഐ ഡി ടി എന്ന് എഴുതാം. ഇൻ്റഗ്രൽ ഓഫ് ഡി വി എന്ന് പറയുന്നത് എന്താണ്? വി ആണ്. അന്നേരം കപ്പാസിറ്ററിന്റെ കേസിൽ വോൾട്ടേജിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു 1/c integral I dt ആണ്. കണ്ടോ? So here we are taking the output across the capacitor, so the output voltage is exactly same as the voltage of that capacitor. ആ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് തന്നെയാണ് ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വി ഔട്ടിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/c integral I dt എന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മളിവിടെ കണ്ടീഷൻ എടുക്കണം. നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ഏത് കമ്പോണൻ്റ് ആണ്, ഇവിടുത്തെ റെസിസ്റ്റൻസ് ഇൻ്റഗ്രേറ്റർ ആയിട്ടോ ഡിഫറൻഷിയേറ്റർ ആയിട്ടോ എന്തായിട്ട് വർക്ക് ചെയ്താലും നമ്മൾ കമ്പോണൻ്റ് നോക്കിയല്ല പറയുന്നത്, നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നു അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതിനെക്കാട്ടിയും എന്തായിരിക്കണം? കൂടുതലായിരിക്കും. ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതിനെക്കാട്ടിയും വളരെ കൂടുതലായിരിക്കും. അന്നേരം നമുക്ക് ഇവിടെയും നേരത്തെ പോലെ തന്നെ എഴുതാം, ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എക്സി. മറ്റിടത്ത് നമ്മൾ എക്സി ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ എന്നായിരിക്കും. അന്നേരം ഇവിടെ ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി കറണ്ട് വിൽ ബി ഓൺ ദിസ് റെസിസ്റ്റർ, അല്ലേ? ഈ വരുന്ന കറണ്ടിനെ എല്ലാം ഏതങ്ങ് ബ്ലോക്ക് ചെയ്യും? ഈ റെസിസ്റ്റൻസ് ബ്ലോക്ക് ചെയ്യും. സോ നമുക്ക് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഈ റെസിസ്റ്ററിലുള്ള കറണ്ടിന് ഇക്വലന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? വി ഐ ബൈ ആർ. ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള കറണ്ടിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ, വി ഐ ബൈ ആർ എന്ന് നമുക്ക് എഴുതാം. വി ഐ ബൈ ആർ. ഓക്കെ, അന്നേരം നമുക്ക് കറണ്ടിനുള്ള ഇക്വേഷൻ കിട്ടി, നമുക്ക് വോൾട്ടേജിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇതിനകത്തോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അന്നേരം നമുക്ക് ഇതേപോലെ കിട്ടും. വി ഔട്ട് ഈസ് ഈക്വൽ ടു 1/c ഇൻ്റഗ്രൽ ഐക്ക് പകരം വി ഐ ബൈ ആർ ഡി ടി. ആർ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, വി ക്യാൻ ടേക്ക് ഔട്ട്സൈഡ്. സോ വി വിൽ ഗെറ്റ് വി ഔട്ട് ഈസ് ഈക്വൽ ടു 1/RC integral of VI dt. This is the equation of output of an integrator. അതായത് why we are saying this circuit work as an integrator, എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്? ബിക്കോസ് നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇസ് ദ ഇന്റഗ്രൽ ഓഫ് ഇൻപുട്ട്. സോ വി ക്യാൻ സേ ദിസ് സർക്യൂട്ട് വർക്ക് ആസ് ആൻ ഇന്റഗ്രേറ്റർ. ഓക്കെ, അന്നേരം അതുകൊണ്ട് നമുക്ക് ഈ സർക്യൂട്ടിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു ഇന്റഗ്രേറ്റർ എന്ന് വിളിക്കാം. നമുക്ക് വി ഗെറ്റ് ഔട്ട്പുട്ട് വി ഔട്ട് ഈസ് ഈക്വൽ ടു 1/RC integral of VI dt. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, ഇത് ഡെറൈവ് ചെയ്തേ പറ്റും കേട്ടോ. ഇന്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള ഡെറൈവ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക, പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക, RC greater than or equal to 16G.
ആർ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16T എന്ന് പറയുന്നതാണ് കണ്ടീഷൻ ഫോർ ആൻ ആർ സി സർക്യൂട്ട് ടു വർക്ക് ആസ് ആൻ ഇൻ്റഗ്രേറ്റർ. നമ്മൾ നേരത്തെ ഡിഫറൻഷിയേറ്റർ ആയിട്ട് ഒരു ആർ സി സർക്യൂട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ പറഞ്ഞു. ആർക്കെങ്കിലും പറയാവോ? RC less than or equal to 0.00160. ഗുഡ്. അന്നേരം ഒരു സർക്യൂട്ട് ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ ആർ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.00160 ആണ്. ഇവിടെ ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ആർ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16T ആണ്. ഓക്കെ, അന്നേരം ഇതാണ് രണ്ട് കണ്ടീഷൻ. ഇത് ഈ കണ്ടീഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ ഇത് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ മെയിനായിട്ടും തെറ്റുന്നതെന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ നിങ്ങൾക്ക് തിരിയും. കൂടാതെ നിങ്ങൾക്ക് എക്സാം ഹോളിൽ വരുമ്പോഴത്തേക്കും ആർ സി ലോ പാസ് ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെയാണോ കപ്പാസിറ്റർ, ഇവിടെയാണോ റെസിസ്റ്റർ, ഇവിടെയാണോ ഈ റെസിസ്റ്ററും കപ്പാസിറ്ററും എവിടെയാണെന്നുള്ളത് തിരിയും. അത് തിരിയാതെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അന്നേരം ലോ പാസ് ആർ സി സർക്യൂട്ടിൽ റെസിസ്റ്ററും കപ്പാസിറ്ററും, ഹൈ പാസ് ആർ സി സർക്യൂട്ട് ആകുമ്പോഴത്തേക്കും എന്താണ് കപ്പാസിറ്ററും റെസിസ്റ്ററും. ആ ഒരു ഫോർമാറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത എന്തായിരിക്കും? നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെയാണ്. ഇവിടെ ഇൻ്റഗ്രേറ്റർ ആയിരുന്നെന്ന് തെളിയിച്ചു, ഇൻ്റഗ്രേറ്ററിൻ്റെ കണ്ടീഷൻ പറഞ്ഞു. ഇനി അടുത്ത എന്താണ്? സ്ക്വയർ വേവ് കൊടുക്കുമ്പം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. മറ്റേടത്ത് നമ്മൾ എന്താ എടുത്തത്? ആർ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.00160. 0.00160. ഓക്കെ, അന്നേരം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റന്റ് ഈസ് എ വെരി ലോ വാല്യൂ. ഏതിൻ്റെ കേസിലാണ്? ഡിഫറൻഷിയേറ്ററിൻ്റെ കേസിൽ വെരി ലോ വാല്യൂ. ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ്. സോ ദ കപ്പാസിറ്റർ വർക്ക് ആസ് വെരി ഫാസ്റ്റ്. കപ്പാസിറ്റർ വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് ആ ഒരു ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഒക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ആൻ ആർ സി ഇൻ്റഗ്രേറ്റർ, ഒരു ആർ സി ഇൻ്റഗ്രേറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16T. 16T എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു വലിയ വാല്യൂ ആണ്, വളരെ വലിയ വാല്യൂ ആണ്. അന്നേരം ഹിയർ ദ കപ്പാസിറ്റർ ചാർജസ് ആൻഡ് ഡിസ്ചാർജസ് വെരി സ്ലോലി. ചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നത് വെരി സ്ലോ ആയിട്ടായിരിക്കും. അന്നേരം ഇനി നമുക്ക് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അത് നമുക്ക് ഹൈ വോൾട്ടേജ് കൊടുത്തു. ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പം നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ചാർജ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. സ്ലോ ആയതുകൊണ്ട് വി വിൽ ഗെറ്റ് നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇതാണ് കിട്ടുന്നത്. അതേപോലെ ഇവിടെ ലോ കൊടുക്കുന്ന സമയത്ത് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. കണ്ടോ? കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടോ? അന്നേരം ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നതും വളരെ സ്ലോ ആയിട്ടാണ്. സോ നമുക്ക് സ്റ്റഡി ആയിട്ട് ഡിക്രീസ് ചെയ്യുന്ന ഒരു അങ്ങനെയുള്ള ഒരു കർവാണ് കിട്ടുന്നത്. സോ ഈ കർവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രയാങ്കുലർ വേവ് ആണ് അല്ലേ? ഇതൊരു ട്രയാങ്കുലർ വേവ് ആണ്. ട്രയാങ്കുലർ അതാണ് ട്രയാങ്കുലർ വേവ് ആണ്. സോ വെൻ വി ആർ ഗിവിങ് and a square wave input to an RC integrator, we will get a triangular wave as the output. അത് നമ്മൾ ഒരു സ്ക്വയർ വേവ് ആണ് നമ്മൾ ഒരു ആർ സി ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിന് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത്? ട്രയാങ്കുലർ വേവ് ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഇതിപ്പം സ്ക്വയർ വേവ് കൊടുത്തുകൊണ്ടാണ് വി വിൽ ഗെറ്റ് ട്രയാങ്കുലർ വേവ്. നമ്മൾ സൈൻ വേവ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? സൈൻ വേവ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോസ് വേവ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് കിട്ടും? സൈൻ വേവും കോസ് വേവും ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോസ് വേവ് കിട്ടും. കോസ് വേവ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സൈൻ വേവ് കിട്ടും. ഓക്കെ, കാരണം എന്താ? സൈനിന്റെ ഇന്റഗ്രേഷൻ കോസ്, കോസിന്റെ ഇന്റഗ്രേഷൻ സൈൻ. അന്നേരം നമുക്ക് വേവ് ഫോം എന്ന് പറയുന്ന സൈനസോയിഡൽ തന്നെ ആയിരിക്കും, പക്ഷേ ദർ വിൽ ബി സം ഫേസ് ഡിഫറൻസ്. സൈൻ വേവ് എന്ന് പറയുന്നത് കോസ് വേവ് ആയിട്ടും കോസ് വേവ് എന്ന് പറയുന്നത് സൈൻ വേവ് ആയിട്ടും മാറും. സോ ദിസ് ഇസ് ദി വർക്കിംഗ് ഓഫ് ആൻ ഇൻ്റഗ്രേറ്റർ. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആണ്. വി ക്യാൻ ക്ലാസിഫൈ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ഇൻ ടു കാറ്റഗറീസ്: linear wave shaping circuits and non-linear wave shaping circuits. In the case of linear wave shaping circuits, we are using only linear components like resistors and capacitors. And in the case of non-linear wave shaping circuits, we are using diodes along with the linear elements. ഡയോഡും കൂടാതെ
റെസിസ്റ്ററും കപ്പാസിറ്ററും കൂടെ യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഹൈ പാസ് സർക്യൂട്ട് പഠിച്ചു, ഹൈ പാസിൻ്റെ റെസ്പോൺസ് ടു സ്റ്റെപ്പ് ഇൻപുട്ട് പഠിച്ചു, ഹൈ പാസ് റെസ്പോൺസ് ടു സ്ക്വയർ വേവ് ഇൻപുട്ട് പഠിച്ചു, പിന്നെ RC ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ നോക്കിയത് RC ലോ പാസ് സർക്യൂട്ട് പഠിച്ചു, ലോ പാസിൻ്റെ റെസ്പോൺസ് ടു സ്റ്റെപ്പ് ഇൻപുട്ട്, റെസ്പോൺസ് ടു സ്ക്വയർ വേവ് ഇൻപുട്ട്, RC ലോ പാസ് സർക്യൂട്ട് ആസ് ആൻ ഇൻ്റഗ്രേറ്റർ. ഇത്രയാണ് തീർത്തത്. സോ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന പോർഷൻ കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? അടുത്തേം കൂടെ അങ്ങ് പറയട്ടെ, ബോറാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത പറയാമേ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പം നമ്മൾ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന പോർഷൻ തീർന്നു. നെക്സ്റ്റ് നമുക്ക് നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. നോൺ ലീനിയർ നിങ്ങൾ ക്ലിപ്പേഴ്സും ക്ലാമേഴ്സും പഠിച്ചിട്ടുണ്ടോ ഫസ്റ്റ് ഇയർ? ഇല്ല സർ. ഇല്ലല്ലേ? ഓക്കെ. നിങ്ങൾക്ക് ഇപ്പൊ ഈ സെമസ്റ്റർ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഉണ്ടോ? ഇല്ല സർ. ഓ ഓക്കെ ഓക്കെ, ശരി. S3 അല്ലേ? ആണ് സർ. ഓക്കെ. അന്നേരം അടുത്ത നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, വി ആർ യൂസിങ് ഡയോഡ്സ് അലോങ് വിത്ത് എന്തൊക്കെയാ, റെസിസ്റ്ററും കപ്പാസിറ്ററും. എന്ന് വെച്ചാൽ പാസീവ് കമ്പോണൻസിന്റെ കൂടെ ആക്റ്റീവ് കമ്പോണന്റിന്റെ കൂടെ ചേർന്ന് വരുന്നതിനെയാണ് നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഹിയർ we can classify non-linear wave shaping circuits into mainly into two major categories, that is clipping circuits and clamping circuits. എന്താ ക്ലിപ്പിംഗ് സർക്യൂട്ട്? ക്ലിപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഒരു വേവ് ഫോമിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ ഇത് ഒരു സൈൻ വേവ് ഞാനിവിടെ വരച്ചു. ക്ലിപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ സൈൻ വേവിൻ്റെ എല്ലാം കൂടെ അങ്ങ് പോയി. ഓക്കെ, ആണ്ടേ ഞാൻ ഒരു സൈൻ വേവ് വരച്ചിട്ട് ക്ലിപ്പ് ചെയ്യാന്ന് വെച്ചാൽ അതാ ഇത്രയും ഭാഗം വെച്ച് നമ്മളങ്ങ് മുറിച്ച് മാറ്റാം. ഒന്നെങ്കിൽ ഇത്രയും വെച്ച് മുറിച്ച് മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടവും വെച്ച് മുറിച്ച് മാറ്റാം. ഇതിന് ശേഷമുള്ള ഇങ്ങോട്ടുള്ളതും മുറിച്ച് മാറ്റാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇതിൻ്റെ ഇടയ്ക്കുന്ന് മാത്രം കുറച്ച് ഇങ്ങനെ മുറിച്ചെടുക്കാം, ഇങ്ങനെ മുറിച്ചെടുക്കാം. ഈ ഒരു പ്രോസസ്സിനെയാണ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിപ്പിംഗ് സർക്യൂട്ട്സ് ആർ യൂസ്ഡ് ടു ക്ലിപ്പ് ഓഫ് എ പാർട്ട് ഓഫ് ഇൻപുട്ട് വേവ് ഫോം. ഒരു ഇൻപുട്ട് വേവ് ഫോമിന്റെ ഒരു പാർട്ട് ക്ലിപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ക്ലിപ്പിംഗ് സർക്യൂട്ട്സ്. ക്ലിപ്പിംഗ് സർക്യൂട്ട്സ് ആർ ഓൾസോ റെഫർഡ് ടു ആസ് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ്. ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ് എന്നും വിളിക്കും. കാരണം എന്താ, വി ക്യാൻ ലിമിറ്റ് ദ ആംപ്ലിറ്റ്യൂഡ് അല്ലേ. ക്ലിപ്പിംഗ് സർക്യൂട്ട്സിന്റെ കേസിൽ നമുക്ക് എന്ത് ലിമിറ്റ് ചെയ്യാൻ പറ്റും? ആംപ്ലിറ്റ്യൂഡിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. അന്നേരം എന്താ നോക്ക്, ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ് എന്ന് പറയാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതാ ഒരു വേവ് എടുത്തു, ഈ വേവിന്റെ ഇത്രയും മാത്രം നമ്മൾ അങ്ങ് മുറിച്ചു കളഞ്ഞു അല്ലേ, ഇത്രയും മാത്രം അങ്ങ് മുറിച്ചു കളഞ്ഞു. ഇതൊരു 10 വോൾട്ട് വരെ വരുന്നതാണെങ്കിൽ നമ്മളൊരു 8 വോൾട്ടിന് വെച്ച് ക്ലിപ്പ് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഈ 10 വോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു, 8 വോൾട്ടിന് ക്ലിപ്പ് ചെയ്ത് കളഞ്ഞാൽ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് വി ആർ ലിമിറ്റഡ്. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്തു, ലിമിറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് പിന്നെ എത്രയും കാണും, 8 വോൾട്ട്. ഓക്കെ, സോ വി ക്യാൻ സേ ക്ലിപ്പിംഗ് സർക്യൂട്ട് ആസ് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ്. നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ് എന്നും നമുക്ക് പറയാം. ഇനി ഈ ക്ലിപ്പിംഗ് സർക്യൂട്ട്സിനെ നമുക്ക് മെയിനായിട്ടും രണ്ടായിട്ട് തിരിക്കാം, സീരീസ് ക്ലിപ്പേഴ്സ് എന്നും പാരലൽ ക്ലിപ്പേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയോഡ് എങ്ങനെയാണ് നമ്മൾ ആ സർക്യൂട്ടിനകത്ത് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് we are classifying these clippers into two major categories, series clippers and parallel clippers. If we are connecting our diode in series with the load, then it is called series clipper. If it is parallel to the load, then it is called parallel clipper.
ഇനി അതേപോലെ നെക്സ്റ്റ് അന്നേരം ഒരു ക്ലാസിഫിക്കേഷൻ ഇതാണ് കേട്ടോ, സീരീസ് ക്ലിപ്പർ എന്നും പാരലൽ ക്ലിപ്പർ. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ബയാസ്ഡ് ക്ലിപ്പേഴ്സ് എന്നും അൺബയാസ്ഡ് ക്ലിപ്പേഴ്സ്. അന്നേരം ബയാസ്ഡ് ക്ലിപ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പവർ സപ്ലൈസ് ഇതിന്റെ കൂടെ ഈ ക്ലിപ്പറിംഗ് സർക്യൂട്ടിന്റെ കൂടെ എന്തെങ്കിലും റെഫറൻസ് വോൾട്ടേജും കൂടെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ബയാസ്ഡ് ക്ലിപ്പേഴ്സ് എന്ന് പറയും. ഇനി നമ്മൾ അതിനകത്ത് ഒന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ഡയോഡ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ റെഫറൻസ് സർക്യൂട്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് അൺബയാസ്ഡ് ക്ലിപ്പേഴ്സ്. അന്നേരം നമുക്ക് മെയിനായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ് ബയാസ്ഡ് ക്ലിപ്പേഴ്സ്, അൺബയാസ്ഡ് ക്ലിപ്പേഴ്സ്. അന്നേരം അതുകൂടാതെ സീരീസ് ക്ലിപ്പേഴ്സ്, പാരലൽ ക്ലിപ്പേഴ്സ്. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലായല്ലോ. അടുത്ത നോക്കാം. ഇതാ ഇത് ഏത് ക്ലിപ്പറാ, സീരീസ് ആണോ പാരലൽ ആണോ? ഇത് ഏത് ക്ലിപ്പറാണ്? ആരും ഇല്ലേ? ഇത് ഏത് ക്ലിപ്പറാണ്, സീരീസ് ക്ലിപ്പറാണോ പാരലൽ ക്ലിപ്പറാണോ? ഉറങ്ങിയെന്ന് തോന്നുന്നത്. ഏത് ക്ലിപ്പറാണ്, സീരീസ് ആണോ പാരലൽ ആണോ? ഹലോ, ഇതെന്ന് പറയുന്നത് ഏത് ക്ലിപ്പറാ? ഒരു പാരലൽ ക്ലിപ്പറാണ്. കാരണം എന്താ, നമ്മള് ലോഡിന് പാരലൽ ആയിട്ടാണ് നമ്മളെ ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം, പാരലൽ ക്ലിപ്പർ എന്ന് പറയാം. ഇത് സീരീസ് ക്ലിപ്പറാണ് അല്ലേ, ഇതൊരു സീരീസ് ക്ലിപ്പറാണ്. ഇനി ഇത് വർക്ക് ചെയ്യുന്നത് ഡയോഡിന്റെ കട്ടിൻ വോൾട്ടേജിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഇതാ നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം, ഈ ഒരെണ്ണത്തിന്റെ വർക്കിംഗ് നോക്കാം. അത് ഇവിടെ വരയ്ക്കാം. ഒരു റെസിസ്റ്റർ, നോക്കേ. ഇതിനകത്തോട്ട് നമ്മളൊരു സൈനസോയിഡൽ വേവ് കൊടുക്കുകയാണ്. ഒരു സൈനസോയിഡൽ വേവ് കൊടുക്കുമ്പോഴത്തേക്കും ആദ്യം ഈ ഡയോഡിന് കട്ടിൻ വോൾട്ടേജ് ഒക്കെ ഉള്ളതൊക്കെ അറിയാലോ. ഡയോഡിന് കട്ടിൻ വോൾട്ടേജ് ഉണ്ട്. ആ ഡയോഡിന് കട്ടിൻ വോൾട്ടേജ് എത്തിയാൽ മാത്രമേ ഡയോഡ് എന്ത് ചെയ്യൂ, കണ്ടക്ട് ചെയ്യും. അത് കട്ടിൻ വോൾട്ടേജ് എത്തുന്നത് വരെ ഡയോഡ് എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല. അന്നേരം നമ്മൾ ഒരു സൈൻ വേവ് കൊടുക്കുന്നു. സൈൻ വേവ് കൊടുക്കുമ്പോഴത്തേക്കും ഡയോഡ് എന്ത് ചെയ്യത്തില്ല, ആദ്യം കണ്ടക്ട് ചെയ്യത്തില്ല. കട്ടിൻ വോൾട്ടേജ് എത്തിയാൽ മാത്രമേ കണ്ടക്ട് ചെയ്യൂ. അന്നേരം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് എന്ത് ചെയ്യും, കട്ടിൻ വോൾട്ടേജ് വരെ കണ്ടക്ട് ചെയ്യത്തില്ല. അങ്ങനെ കട്ടിൻ വോൾട്ടേജ് വരെ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ ഡയോഡ് എന്താണ്, ഡയോഡ് ഓപ്പൺ സർക്യൂട്ടാണ് അല്ലേ. ഡയോഡ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പൺ സർക്യൂട്ടാണ്. ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോഴത്തേക്കും എന്തായിരിക്കും, ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നു അത് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അന്നേരം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ആദ്യത്തെ കുറച്ച് സമയത്തേക്കും ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. ആ സമയത്ത് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് എന്താണ് അത് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതാ നോക്കേ. ഇനി അത് കഴിഞ്ഞു. ഈ ഒരു 0.7 ഒരു ജർമ്മേനിയൻ ഡയോഡാണെങ്കിൽ കട്ടിൻ വോൾട്ടേജ് 0.3 സിലിക്കൺ ആണെങ്കിൽ 0.7 അതൊക്കെ അറിയാലോ. അന്നേരം ഇനിയിപ്പം ഈ ഡയോഡ് കുറച്ച് വോൾട്ടേജ് കുറച്ച് കൂട്ടി, അന്നേരം ഡയോഡ് എന്ത് ചെയ്യാൻ തുടങ്ങി, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. ഡയോഡ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഡയോഡ് ഇതുവഴി കറണ്ട് ഫ്ലോ നടക്കും. അന്നേരത്തേക്ക് ഇതെന്തായിട്ട് വർക്ക് ചെയ്യും, ഷോർട്ട് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യും. ഷോർട്ട് സർക്യൂട്ടിന്റെ സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, 0 അല്ലെങ്കിൽ മിനിമം ആണ് അല്ലേ. പി ഔട്ട് എന്ന് പറയുന്നത് എന്താണ്, മിനിമം വോൾട്ടേജ് ആണ്. അന്നേരം നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മിനിമം. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്കും ഡയോഡ് എന്താവും, ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പി റീജിയൻ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. അന്നേരത്തേക്ക് ഡയോഡ് റിവേഴ്സ് ബയസ് ആവും. റിവേഴ്സ് ബയസ് ആവുന്ന സമയത്ത് നമ്മൾ ഇതെന്തായിട്ട് വർക്ക് ചെയ്യും, ഓപ്പൺ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യും. ഓപ്പൺ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇൻപുട്ടിൽ എന്തുണ്ട് അത് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടിച്ചു ഉണ്ടോ, അതേപോലെ കിട്ടി. അന്നേരം ഒന്നുകൂടെ പറയാം, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. അന്നേരം ഇത് നമ്മൾ ചെറിയൊരു കട്ടിൻ വോൾട്ടേജ് ഉണ്ടെന്ന് അസ്യൂം ചെയ്ത് വരച്ചേക്കുന്നതാണ്. അന്നേരം കട്ടിൻ വോൾട്ടേജ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ചെറിയ ഒരു ഇത് ഇവിടെ വന്നിരിക്കുന്നത്.
കട്ട് ഇൻ വോൾട്ടേജ് 0 ആയിട്ട് ഐഡിയൽ ഡയോഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ് 0 എന്നുള്ള കേസിലാണെങ്കിൽ ഏത് മാത്രമേ കാണൂ? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ കാണൂ, പോസിറ്റീവ് കാണത്തില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഐഡിയലല്ല പ്രാക്ടിക്കൽ കേസിൽ വരുമ്പോഴത്തേക്കും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് വരും? ഒരു ചെറിയ വോൾട്ടേജ് വരും. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇൻപുട്ടിലുള്ളത് അതേപോലെ വരികയും ചെയ്യും. സോ ദിസ് ഈസ് കോൾഡ് പോസിറ്റീവ് ക്ലിപ്പർ. ഇതിന് പറയുന്ന പേരാണ് പോസിറ്റീവ് ക്ലിപ്പർ. എന്ന് വെച്ചാൽ പോസിറ്റീവിലുള്ളതിനെല്ലാം ക്ലിപ്പ് ചെയ്ത് കളഞ്ഞു, നെഗറ്റീവിലുള്ളത് മാത്രം റിമൈൻ ചെയ്യും. ഇനി അടുത്തത് നെഗറ്റീവ് ക്ലിപ്പർ. നെഗറ്റീവ് ക്ലിപ്പർ ആകുമ്പോഴത്തേക്കും പോസിറ്റീവ് ക്ലിപ്പർ ഇങ്ങനെ. നെഗറ്റീവ് ക്ലിപ്പർ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഡയോഡിനെ എടുത്ത് തിരിച്ചു വെച്ചാൽ മതി. ഈ ഡയോഡിനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് ക്ലിപ്പർ കിട്ടും. ഇതിനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഇതിനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയോഡിനെ നമ്മൾ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഡയോഡിനെ നമ്മൾ തിരിച്ചു വെച്ചു. ഡയോഡിനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് വെച്ചാൽ ഇവിടെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് എന്ന് വെച്ചാൽ എൻ റീജിയൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് എന്ന് വെച്ചാൽ ഡയോഡ് എന്തായി? റിവേഴ്സ് ബയാസ് ആയി. ഡയോഡ് റിവേഴ്സ് ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഓപ്പൺ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യും. ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല. കണ്ടക്ട് ചെയ്യാതിരിക്കുമ്പോൾ ഓപ്പൺ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യും. ഓപ്പൺ സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻപുട്ടിലുള്ളത് അതേപോലെ ഔട്ട്പുട്ടിൽ കിട്ടും. അന്നേരം മറ്റേ ഡയോഡിനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇൻപുട്ടിലുള്ളത് അതേപോലെ ഔട്ട്പുട്ടിൽ കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ്? ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുകയും ചെയ്യും. അന്നേരം നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ ക്ലിപ്പ് ചെയ്ത് പോകും. അന്നേരം ആ സമയത്ത് നമുക്ക് പോസിറ്റീവ് മാത്രം. ദിസ് ഈസ് കോൾഡ് എന്താണ്? പോസിറ്റീവ് ക്ലിപ്പേഴ്സ് ആൻഡ് നെഗറ്റീവ് ക്ലിപ്പർ. ഇത് രണ്ടും അൺബയാസ്ഡ് ക്ലിപ്പറാണ്. ഇതിനകത്ത് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ പവർ സപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി അടുത്ത് നോക്കേ, ബയാസ്ഡ് ക്ലിപ്പേഴ്സ്. ബയാസ്ഡ് ക്ലിപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഒരു ബയാസിങ്ങും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു VR എന്ന് പറയുന്ന ഒരു റെഫറൻസ് വോൾട്ടേജും കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. അന്നേരം ഈ റെഫറൻസ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതാ നോക്ക്, ഈ ഒരു ഡയോഡ് ഒരു ഡയോഡാണ് നമ്മളിവിടെ. ഈ ഒരു ഡയോഡിനെ നമ്മൾ എന്ത് ചെയ്തു വെച്ചിരിക്കുകയാണ്? റിവേഴ്സ് ബയാസ് ചെയ്ത് വെച്ചേക്കുക. കണ്ടോ? പോസിറ്റീവ് എന്ന് പറയുന്നത് എന്നുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അന്നേരം ഒരു VR എന്ന് പറയുന്ന ഒരു റെഫറൻസ് വോൾട്ടേജിന് ഈ ഡയോഡിനെ റിവേഴ്സ് ബയാസ് ചെയ്ത് വെച്ചു. അന്നേരം ഈ ഡയോഡിനെ ഫോർവേഡ് ബയാസ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഡയോഡിന്റെ കട്ടിൻ വോൾട്ടേജും അതേപോലെ ഈ റിവേഴ്സ് ബയാസ് എഫക്റ്റും കൂടെ ഓവർകം ചെയ്യുന്ന രീതിയിലായിരിക്കണം. എന്താ വെച്ചാൽ VI ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VR പ്ലസ് V ഗാമ എത്തിയാൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യൂ. അതേപോലെ ആ സമയത്ത് കണ്ടോ, ഡയോഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് VR പ്ലസ് V ഗാമ എത്തിയാൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യൂ. അന്നേരം ഈ ഒരു സിഗ്നലിനെ ഇത്രയും വെച്ച് ക്ലിപ്പ് ചെയ്ത് കളയും. ബാക്കി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് എന്തായാലും റിവേഴ്സ് ബയാസ് ആണ്. അന്നേരം അത് അതേപോലെ റിപ്ലിക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നെഗറ്റീവ് ബോട്ടം ക്ലിപ്പർ ആകുമ്പോഴത്തേക്കും ആ ഡയോഡ് അങ്ങ് തിരിച്ചു വെച്ചാൽ മതി. ഡയോഡ് തിരിച്ചു വെക്കണം. അതേപോലെ ഈ റിവേഴ്സ് ബയാസും തിരിഞ്ഞു വരണം. എന്ന് വെച്ചാൽ P എന്ന് പറയുന്നത് നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യണം. റിവേഴ്സ് ബയാസ് അതേപോലെ പ്രൊവൈഡ് ചെയ്യണം. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഓക്കെ, അന്നേരം എന്താ കണ്ടോ? നെഗറ്റീവ് റീജിയൻ കട്ട് ചെയ്ത് കളഞ്ഞു, പോസിറ്റീവ് അതേപോലെ ഉണ്ട്. ഓക്കെ, ഇനി കമ്പൈൻഡ് ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് വെച്ചാൽ കമ്പൈൻഡ് ടോപ്പ് ആൻഡ് ബോട്ടത്തിൽ ഈ ബോട്ടവും ടോപ്പും എല്ലാം ക്ലിപ്പ് ചെയ്ത് കളയും. അതിനെയാണ് കമ്പൈൻഡ് ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറയുന്നത്. അന്നേരം ഇവിടെ രണ്ട് ഡയോഡും രണ്ട് റെഫറൻസും എല്ലാം യൂസ് ചെയ്യും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് മാത്രം കണ്ടക്ട് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് മാത്രം കണ്ടക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു റെഫറൻസ് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്ലിപ്പായിട്ട്. ഇനി അടുത്തത് സ്ലൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കേ, ഇത് നമ്മളുടെ ഒരു വേവ് ഫോം ആണെങ്കിൽ ഇതിൻ്റെ ഒരു പോർഷൻ ഇത്രയും മാത്രം നമുക്ക് മതി. ഇത്രയും ഈ ഇടയ്ക്കുള്ള ഈ ഒരു റീജിയൻ മാത്രം നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ അതിനെ മാത്രം ചെത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, സ്ലൈസർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതിനകത്ത് ഈ ഒരു ലെവൽ മാത്രം, ആ ഒരു പോർഷൻ മാത്രം, അതിൻ്റെ താഴോട്ടുള്ളതും വേണ്ട, അതിൻ്റെ മേളിലോട്ടുള്ളതും വേണ്ട, അങ്ങനെയുള്ളതിനെ മാത്രം നമ്മൾ മുറിച്ചെടുക്കുന്നതിനെയാണ് സ്ലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ ഈ പറഞ്ഞ കാര്യങ്ങൾ? ജസ്റ്റ് ഈ ക്ലിപ്പേഴ്സ് ഒന്ന് നിങ്ങളൊന്ന് നോക്കുക. ഞാൻ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അയച്ചു തരാം. എന്നിട്ട് നമ്മൾ അടുത്ത
വട്ടം ഇത് ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഇത് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനിയിപ്പം കുറേ ആയി കഴിഞ്ഞാൽ നിങ്ങളും ഇപ്പോൾ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, അന്നേരം പിന്നെ ബോറായിട്ട് പോകും. ഓക്കെ, ഓക്കെ ആണോ? Okay, sir. ഓക്കെ ഓക്കെ, സർ. അന്നേരം ഞാൻ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇന്ന് തന്നെ അത് നോക്കുക. എന്നിട്ട് ഈ വീഡിയോയും കൂടെ ഞാനൊന്ന് യൂട്യൂബിലോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അന്നേരം വീഡിയോയും കൂടെ ജസ്റ്റ് ഒന്ന് കാണുക. വീഡിയോയും കൂടെ കണ്ട് അതൊന്നും കൂടെ ഒന്ന് നോക്കി പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ. ഇത് നമുക്ക് ഉള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ മൈനർ കോഴ്സ് ആയതുകൊണ്ട് നമുക്ക് അത്രയും സമയം കിട്ടുകയില്ല. ഇത് മൊത്തത്തിൽ എടുക്കാനുള്ള ഒരു സമയം കിട്ടുകയില്ല. ഈ ടോപ്പിക് എല്ലാം തീർക്കാനുള്ള സമയം കിട്ടില്ല. നിങ്ങളും അതും ഇത് പറയുന്ന യൂണിവേഴ്സിറ്റി പറയുന്ന സെൽഫ് സ്റ്റഡിയാണ്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസിക് ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. എൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ശരി. താങ്ക് യു സർ. Thank you, sir. താങ്ക് യു.